മറ്റേ കുഞ്ഞും ഒരു ശിശുവാണ്, അവനും വേണം ശിശുദിനം. അപ്പൊ ഞാനിവിടെ ഇത്രയും നാളായിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ എൻ്റെ മോനോട് ഇത്രയും കാണിച്ചവര് പുറകില് ശിശുദിനം ആഘോഷിക്കുകയാണ്. എനിക്കറിയില്ല, അവർക്കൊരു മനസാക്ഷിത്വം പോലും ഉണ്ടാവത്തില്ലേന്ന് അറിയത്തില്ല. ഇന്ന് ശിശുദിനമാണ്. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ശിശുദിനാഘോഷം നടന്ന ശിശു സംരക്ഷണ സമിതി ആസ്ഥാനത്ത് നിന്ന് പക്ഷേ ബാരിക്കേഡുകളും പോലീസുകാരുമായിരുന്നു. തന്റെ കുഞ്ഞിനെ തട്ടിയെടുത്ത് ശിശു സംരക്ഷണ സമിതിക്ക് നിയമവിരുദ്ധമായി കൈമാറിയ സംഭവത്തിൽ അനുപമ എന്ന അമ്മ നടത്തിയ പ്രതിഷേധത്തെ തടയാനാണ് ഒരു കമ്പനി പോലീസും ബാരിക്കേഡുമെല്ലാം. ഒരു മാസമായി അനുപമ തന്റെ പ്രതിഷേധം തുറന്നിട്ടും ശിശു സംരക്ഷണ സമിതി അധ്യക്ഷനായ മുഖ്യമന്ത്രി ഇതേക്കുറിച്ച് വാ തുറന്നിട്ടില്ല. കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി എന്ന പരാതിയിൽ കൃത്യമായ മറുപടി അനുപമയ്ക്ക് ഭരണകൂടം നൽകിയിട്ടുമില്ല. കേരളം ഒരു ശിശു സൗഹൃദ സംസ്ഥാനമാണോ? ആണെങ്കിൽ അനുപമയ്ക്ക് എന്തുകൊണ്ടാണ് ഈ ദുർവിധി? സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മളോടൊപ്പം അതിഥികളായി അനുപമ ചേരുന്നു. കൂടാതെ കോൺഗ്രസ് നേതാവ് ഡോക്ടർ ഹരിപ്രിയ, ഇടത് സഹയാത്രികൻ റെജി ലൂക്കോസ്, ബാലാവകാശ കമ്മീഷൻ അംഗം നസീർ ചാലിയം എന്നിവർ. ആദ്യം അനുപമയിലേക്ക്. അനുപമ, കുഞ്ഞിന്റെ ദത്ത് പ്രക്രിയ തുടങ്ങിയിട്ടുണ്ട്. ആ ദത്ത് പ്രക്രിയ തുടങ്ങിയിട്ടുണ്ട് എന്ന വിവരം ഔദ്യോഗികമായല്ലെങ്കിലും അനുപമയ്ക്ക് അറിയാം. കാരണം ഇപ്പോൾ ഒരു പ്രോസ്പെക്റ്റീവ് ദത്തെടുത്ത മാതാപിതാക്കളോടൊപ്പമായിരിക്കും അനുപമയുടെ കുഞ്ഞെന്നാണ് നമ്മുടെ ഒരു ഊഹം. കാരണം മന്ത്രി വീണ ജോർജിന്റെ മറുപടിയിൽ നിന്ന് നമുക്കത് മനസ്സിലായത് അങ്ങനെയാണ്. മറ്റൊരു കാര്യം, ഈ കുഞ്ഞിന് വേണ്ടി ഹൈക്കോടതിയിൽ പോയപ്പോൾ നിലവിൽ കീഴ്ക്കോടതിയിൽ ഒരു കേസ്, അതായത് ഈ ദത്ത് പ്രോസസ്സ് ആ കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുകയാണല്ലോ എന്ന് ആണ് ഹൈക്കോടതി ചോദിച്ചത്. ആ കോടതിയിൽ സർക്കാർ ഒരു അപേക്ഷ നൽകിയിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിൽ എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ അനുപമയുടെ പ്രതിഷേധം? സമരം ഒരിക്കലും കോടതിയുടെ ഒരു അപ്രോച്ചിലോ അല്ലെങ്കിൽ കോടതി കേസിലോ അങ്ങനെയൊന്നും അല്ല സമരം. ഇപ്പോൾ കോടതിക്ക് എൻ്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു 1-ാം തീയതി ഒരു ഓർഡറൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അനുസരിച്ചിട്ട് CWCയിൽ ഞാൻ ചെല്ലുമ്പോൾ എന്നോട് അവർ പറയുന്നത് കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യത്തിലും DNA ടെസ്റ്റിന്റെ കാര്യത്തിലും പിന്നെ ആ ഒരു ഫ്രഷ് കേസായിട്ട് എന്റെ കുഞ്ഞിന്റെ കാര്യം പരിഗണിക്കുന്ന കാര്യത്തിലും ഒക്കെ ഫുൾ അധികാരം ഇപ്പോൾ CWCക്ക് ഉണ്ട് എന്നാണ് അവരെന്നോട് പറയുന്നത്. അപ്പോ എന്നോട് പറയുന്നത് ഫയല് ഇവിടെ ശിക്ഷേമ സമിതിയിൽ നിന്ന് CWCയിലേക്ക് ഫയല് വിളിപ്പിച്ചിട്ടുണ്ട്, അത് ഇതുവരെ വന്നിട്ടില്ല, അത് വന്നാലേ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുകയാണ്. അപ്പൊ എന്തുകൊണ്ട് ഇത്രയും നാളായിട്ട് ഫയൽ അവിടെ എത്തിയിട്ടില്ല എനിക്കറിയില്ല. ഇപ്പൊ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു നിർദ്ദേശം വന്നിട്ട് ഇന്നേക്ക് 14 ദിവസമാവുന്നു. ഇന്നാണ് എനിക്ക് നാളെ വൈകിട്ട് 3:30 CWCയിൽ ഹിയറിംഗ് ഉണ്ട് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഇന്നാണ് വിളിക്കുന്നത്. ഒരു ഫയല് എത്താൻ ഇത്രയും ദിവസമാണെങ്കിൽ ഇതിന്റെ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സിന് എത്ര നാൾ ഞാൻ ഇനിയും കാത്തിരിക്കണം? എനിക്കറിയില്ല ഇവരെന്തിനാണ് വീണ്ടും ഇതിങ്ങനെ സമയം നീട്ടി എടുത്ത് ലാഗ് അടിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ അതിലൊരു കാര്യമുണ്ട്. പിന്നെ ഒന്ന്, ഈ വകുപ്പ് തല അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇവര് പറയുന്നത് വളരെ സത്യസന്ധമായ ഒരു അന്വേഷണം തന്നെ ആയിരിക്കുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ആരോപണ വിധേയരായിട്ടുള്ളവരെ എന്തുകൊണ്ട് ഇവർക്ക് താൽക്കാലികമായി മാറ്റി നിർത്താൻ സാധിക്കുന്നില്ല? ഇതിനു മുൻപും ഒരുപാട് വകുപ്പ് തല അന്വേഷണങ്ങളൊക്കെ നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുണ്ട്. ഒരിടത്തും അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്, ആരോപണ വിധേയരായിട്ടുള്ളവര് സഹപ്രവർത്തകരെ സ്വാധീനിക്കുന്നു, അല്ലെങ്കിൽ തെളിവുകൾ നശിപ്പിക്കുന്നു, ഇതിന്റെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു അറിവൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടായിരിക്കുമല്ലോ ഞങ്ങൾ അങ്ങനെ എടുത്തു പറയുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടും നേരിട്ട് ചെന്ന് കണ്ട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി സംസാരിച്ചിട്ടും എന്തുകൊണ്ട് ഇവർക്ക് താൽക്കാലികമായി ഇവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ അന്വേഷണത്തിനെ കുറച്ചും കൂടെ സിൻസിയറിറ്റി കാണിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. രണ്ട് പോയിന്റ് വാലിഡാണ് അനുപമ. എന്റെ ചോദ്യം, കോടതി ഇപ്പോൾ ഈ ദത്ത് പ്രക്രിയയിൽ ഉത്തരവാദിത്തപ്പെട്ട 2 സ്ഥാപനം, ഒന്ന് ചൈൽഡ് വെൽഫെയർ കമ്മീഷനും മറ്റൊന്ന് സ്പെസിഫൈഡ് ഒരു അഡോപ്ഷൻ ഏജൻസി എന്ന നിലയിൽ ശിശു സംരക്ഷണ സമിതിയുമാണ്. ഇവരോട് കോടതി നിലവിൽ എന്താണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്? എനിക്കിപ്പോ കോടതിക്കാരെയായതുകൊണ്ട് ഞാനൊരു തെറ്റ് പറയാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ CWC എന്നോട് പറഞ്ഞ കാര്യങ്ങളും പറയാം. വേറൊന്നുമല്ല, ഞാൻ 8-ാം തീയതി അവരെ ചെന്ന് കാണുമ്പോൾ അവർ പറയുന്നത് കുഞ്ഞിന്റെ കാര്യത്തിൽ കുറച്ച് കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കാനുള്ള അവകാശം ഇപ്പൊ CWCക്ക് ഉണ്ട്. കുഞ്ഞിന്റെ കാര്യം ഒരു ഫ്രഷ് കേസായിട്ട് പരിഗണിക്കും.
കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യങ്ങൾ അവർക്ക് തീരുമാനിക്കാം, അവരത് ചെയ്യും. പിന്നെ DNA ടെസ്റ്റ് അത് അവർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് ആ ഓർഡറിലുള്ളതെന്ന് പറഞ്ഞ് അത് വായിച്ച് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുവാണ് CWCയിലെ ഒരു മെമ്പർ ചെയ്തത്. അപ്പൊ അത് വെച്ചിട്ടുള്ള വിവരമേ എനിക്കുള്ളൂ. അപ്പൊ ഞാൻ ഒരിക്കലും ഊഹിച്ചതല്ല, അവരെന്നോട് ഇങ്ങോട്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഇതെല്ലാം. പക്ഷെ എന്തുകൊണ്ട് അത് വീണ്ടും വീണ്ടും വൈകിക്കുന്നു? 20-ാം തീയതിയാണ് അടുത്ത ഹിയറിംഗ് കോടതിയിൽ. അപ്പൊ അന്നേരം ഇതെല്ലാം സമർപ്പിക്കണം, അല്ലെങ്കിൽ ഇതിന്റെ എല്ലാ കാര്യത്തിലും ഒരു റിപ്പോർട്ട് കൊടുക്കണം എന്നൊക്കെയാണ് പറയുന്നത്. ഇന്നൊക്കെ 14 എന്തുകൊണ്ട് ഒരു മൂവ്മെന്റ് ഉണ്ടാവുന്നില്ല എന്നതാണ് എന്റെ സംശയം. ശരി അനുപമ, ഞാൻ കാത്തിരുന്നു ഇതിനെല്ലാം വേണ്ടിയിട്ട്. അനുപമ, ഞാൻ അനുപമയിലേക്ക് വരാം. എത്ര നാള് ഞാൻ ശ്രീ നസീർ ചാലിയം, ഇവിടെ അനുപമ ഈ കേസിൽ കക്ഷിയല്ല. കാരണം ഈ കേസിൽ കക്ഷി സർക്കാരാണ്. കോടതിയിൽ നിലനിൽക്കുന്ന കേസിൽ കക്ഷി സർക്കാരാണ്. സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ പറഞ്ഞ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അല്ലെങ്കിൽ ശിശു സംരക്ഷണ സമിതി കോടതിയിൽ ഈ ദത്ത് പ്രക്രിയ നിർത്തിവെച്ച കുഞ്ഞിനെ തിരികെ കിട്ടാനുള്ള പ്രോസസ് തുടങ്ങിയിട്ടുള്ളത്. നിലവിലെ ദത്ത് നിയമങ്ങൾ പ്രകാരം അല്ലെങ്കിൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമോ അല്ലെങ്കിൽ അഡോപ്ഷന് വേണ്ടിയുള്ള ഗൈഡ് ലൈൻസ് പ്രകാരമോ ഇറവക്കബിളാണ്. അതായത് തിരികെ കൊണ്ടുവരാൻ നിയമപരമായി വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ദത്ത് പ്രക്രിയ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതിന്റെ ഒരു ഫൈനലൈസേഷനിൽ എത്തിയിട്ടില്ലെങ്കിൽ പോലും അതിന് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അനുപമ പറയുന്നത് ഒരു അസാധാരണമായ വൈകൽ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്നാണ്. എന്താണ് താങ്കളുടെ ഒരു നിരീക്ഷണം? അല്ല, നമുക്ക് ഇതിന്റെ മുമ്പുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. അതേ സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ വെളിപ്പെടുത്തുന്നില്ല. പക്ഷെ അതിലൊരു കാര്യം, ഈ അനുപമ തന്നെ മുന്നിട്ട് വന്ന് ഈ പ്രശ്നം ഉന്നയിച്ച സമയത്ത് സർക്കാർ ഗവൺമെന്റ് പീഡർക്ക് നിർദ്ദേശം കൊടുക്കുകയും തിരുവനന്തപുരം കുടുംബ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അഡോപ്ഷൻ പ്രോസസ്സിൽ സർക്കാരിന്റെ വേണ്ടി അഭിഭാഷകൻ ഇടപെട്ടുകൊണ്ട് ഈ ബയോളജിക്കൽ മദർ അതിന്റെ ക്ലെയിമുമായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് അഡോപ്ഷൻ നടപടി മുന്നോട്ട് പോകരുത് എന്ന ആവശ്യം കോടതിയിൽ ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അഡോപ്ഷൻ നടപടി സ്റ്റേ ചെയ്തുകൊണ്ട് കുടുംബ കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതിനുശേഷം കഴിഞ്ഞ 1-ാം തീയതി വളരെ വിശദമായ ഒരു ഉത്തരവ് ഫാമിലി കോർട്ട് പുറപ്പെടുവിക്കുകയുണ്ടായി. ആ ഉത്തരവിൽ വളരെ കൃത്യമായി കോടതി പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഈ കുട്ടിയെ ലീഗലി ഫ്രീ ഡിക്ലെയർ ചെയ്യുന്നതിന് വേണ്ടി CWC സ്വീകരിച്ചിട്ടുള്ള നടപടി, അതായത് ലീഗലി ഫ്രീ ഡിക്ലെയർ ആയി CWC കൊടുത്തിട്ടുള്ള ആ ഉത്തരവ് അത് ഫ്രഷായി വീണ്ടും പരിഗണിക്കാൻ, അതായത് കുട്ടിയുടെ ബയോളജിക്കൽ മദർ ക്ലൈമേറ്റ് വന്നിരിക്കുന്നു. സാധാരണ ഒരു കുട്ടി അഡോപ്ഷന് ഫിറ്റാണ് എന്നുള്ള സർട്ടിഫിക്കറ്റ് CWC കൊടുക്കുമ്പോൾ അത് 2 മാസത്തെ നോട്ടീസ് കൊടുക്കാറുണ്ട്, പത്രപരസ്യം കൊടുക്കാറുണ്ട്. അതോടൊപ്പം തന്നെ പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടക്കും. ഏതെങ്കിലും ക്ലൈമന്റ് ഉണ്ടോ? ഈ കേസിൽ അത് നടന്നിട്ടില്ല. ഈ കേസിൽ പിന്നെ അങ്ങനെ അവര് പബ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് ക്ലൈമന്റ് ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോ ക്ലൈമന്റ് വന്ന സാഹചര്യത്തിൽ ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ലീഗലി ഫ്രീ ഡിക്ലറേഷൻ പിന്നെ അത് പുതിയ എൻക്വയറി നടത്തിക്കൊണ്ട് ആ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയാണ് കുടുംബ കോടതി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അനുപമ ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ നാളെ ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുമ്പാകെ ഹാജരായി തെളിവ് കൊടുക്കുന്നതിന് വേണ്ടി ഹാജരാകുന്നതിനുള്ള നോട്ടീസ് കമ്മിറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോ ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഇതിൽ എൻക്വയറി നടത്തി DNA ടെസ്റ്റ് അടക്കം നടത്തി അത് മാച്ച് ആകുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു ബയോളജിക്കൽ മദർ വന്ന സാഹചര്യത്തിൽ നേരത്തെ കൊടുത്തിട്ടുള്ള ആ ലീഗലി ഫ്രീ ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് അത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് ക്യാൻസൽ ചെയ്യുവാനുള്ള അധികാരമുണ്ട്. അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു എൻക്വയറിയാണ് ഇപ്പോൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുമ്പാകെ ആരംഭിച്ചിട്ടുള്ളത്. അപ്പൊ തീർച്ചയായും അനുപമക്ക് ആ പിന്നെ ബയോളജിക്കൽ മദർ എന്നുള്ള നിലയിൽ അവരുടെ ക്ലെയിം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുമ്പാകെ ഉന്നയിക്കാം. അതോടൊപ്പം തന്നെ കമ്മിറ്റിക്ക് ഈ പിന്നെ ഈ പറയപ്പെടുന്ന അഡോപ്റ്റീവ് ചൈൽഡിന്റെയും അതോടൊപ്പം തന്നെ ഈ അനുപമയുടെയും DNA ടെസ്റ്റിന് ആവശ്യമായ സാമ്പിൾ കളക്ട് ചെയ്തുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിന്റെ റിസൾട്ട് പിന്നെ ഈ ബന്ധപ്പെട്ട ലബോറട്ടറിയിൽ നിന്നും വാങ്ങി അതോടുകൂടി ആ കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് പിന്നെ ലീഗലി ഫ്രീ ഡിക്ലറേഷൻ നേരത്തെ കൊടുത്തിട്ടുള്ള ആ സർട്ടിഫിക്കറ്റ് വിഡ്രോ ചെയ്യുവാനോ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുവാനുള്ള അധികാരമാണ് സാധാരണഗതിയിൽ ഇനി CWCക്ക് ഇതിൽ ഉപയോഗിക്കാനുള്ളത്. അതിനുള്ള എൻക്വയറി ആരംഭിച്ചു കഴിഞ്ഞു. അപ്പൊ അത്തരം കാര്യങ്ങൾ ചെയ്തതിനു ശേഷം ഈ കുടുംബ കോടതി മുമ്പാകെ ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കോടതിക്ക് അഡോപ്ഷൻ നടപടിയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അതോടുകൂടി ആ അഡോപ്ഷൻ നടപടി അവിടെ നിലനിന്ന് അവസാനിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ആ കുട്ടിയുടെ കസ്റ്റഡി പിന്നെ ഏത് കാര്യത്തിൽ അനുപമക്ക് തിരിച്ചു കൊടുക്കണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള തീരുമാനമാണോ കൈക്കൊള്ളേണ്ടത് എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയാണ്. അപ്പൊ തീർച്ചയായും കമ്മിറ്റി ആരംഭിച്ചിട്ടുള്ള എൻക്വയറിയിൽ അനുപമ ഹാജരായിക്കൊണ്ട് അനുപമയുടെ ക്ലെയിം അവിടെ ഉന്നയിക്കുന്നു. അങ്ങനെ ഉന്നയിച്ചു കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ DNA
ടെസ്റ്റ് അതെടുക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ കൂടി പിന്നെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു എൻക്വയറി അവസാനിക്കുന്നതോടുകൂടി ഈ കേസിൽ ഒരു പരിസമാപ്തി ഉണ്ടാകുമെന്നുള്ളതാണ്. ഇതേ സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് നമ്മുടെ മുമ്പിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ മെറ്റീരിയൽസിന്റെ അടിസ്ഥാനത്തിൽ. ശരി നസീർ ചാലിയം, അത് കോടതി നിർദ്ദേശപ്രകാരം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി പ്രവർത്തിക്കണം. അതായത് ഈ പറയുന്ന ലീഗലി ഫ്രീ ആണെന്നുള്ള ആ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ പുതിയ ക്ലൈമന്റ് വന്ന സാഹചര്യത്തിൽ അവരത് പുനഃപരിശോധിക്കുന്നു, അന്വേഷിക്കുന്നു. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് ബാലാവകാശ കമ്മീഷൻ ഇതിൽ എന്താണ് സ്റ്റേക്ക് ഉള്ളത്? അപ്പോൾ നോക്കൂ, ഇതിൽ ഒരു ക്ലൈമന്റ് ഇല്ല, അല്ലെങ്കിൽ ഒരു ബയോളജിക്കൽ പേരന്റിനെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല എന്ന പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ, അല്ലെങ്കിൽ റിപ്പോർട്ട് കിട്ടാത്തതിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ഇവർ ലീഗലി ഫ്രീ ആയി കുട്ടിയെ അഡോപ്ഷന് വേണ്ടി വിട്ടുകൊടുത്തിട്ടുണ്ടാവുക. ഇവിടെ അത് മാത്രമല്ലല്ലോ അലിഗേഷൻ. അനുപമ ഉന്നയിക്കുന്ന പരാതി പ്രകാരം ഈ പറയുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് അഡോപ്ഷൻ ഏജൻസിയായ ശിശു സംരക്ഷണ സമിതിയിൽ വലിയ തോതിലുള്ള ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട്. ആ കുഞ്ഞിനെ സ്വീകരിച്ച രീതി തന്നെ നിയമവിരുദ്ധമാണ് എന്നാണ് അനുപമയുടെ വാദം. അത് സംബന്ധിച്ച് പോലീസിൽ പരാതിയുണ്ട്. ഇങ്ങനെ പോലീസിൽ ഒരു പരാതിയും ഒരു കേസും എഫ്ഐആറും ഉണ്ടായിരിക്കെ ബാലാവകാശ കമ്മീഷൻ ഇക്കാര്യത്തിൽ ഇടപെടാത്തത് എന്തുകൊണ്ടാണ്? ബാലാവകാശം ഇടപെട്ടിട്ടുണ്ട്. ഇത് അനുപമയുടെ പരാതി വളരെ അടുത്താണ് കമ്മീഷനിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പം ബാലാവകാശ കമ്മീഷനിലേക്ക് പരാതി കിട്ടിയ ഉടനെ തന്നെ സംസ്ഥാന പോലീസ് മേധാവിക്കും അതോടൊപ്പം തന്നെ ഈ പേരൂർക്കട SHO അതുകൂടാതെ ചൈൽഡ് വെൽഫെയർ കൗൺസിൽ അടക്കമുള്ള അധികാരികൾക്ക് നോട്ടീസ് കൊടുത്ത് അടുത്ത 16-ാം തീയതിക്ക് കേസ് മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പൊ ആ കാര്യത്തെ സംബന്ധിച്ചുള്ള അന്വേഷണം ബാലാവകാശ കമ്മീഷന് മുമ്പാകെ നടത്തുന്നുണ്ട്. പക്ഷെ ഇത്തരം നടപടികൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുമ്പാകെയും ഫാമിലി കോടതി മുമ്പാകെ നടത്തേണ്ടത്. അപ്പോൾ കമ്മീഷൻ ആരംഭിച്ചിട്ടുള്ള എൻക്വയറിയുടെ ഭാഗമായി അതിലേതെങ്കിലും തരത്തിലുള്ള കാരണം നമുക്ക് അറിയല്ലോ, പിന്നെ കമ്മീഷന് ഈ 2005 കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആക്ട് പ്രകാരം ഒരു അർദ്ധ ജുഡീഷ്യൽ സംവിധാനമാണ്. അപ്പൊ അത് ഒരു എൻക്വയറി നടത്തുമ്പോൾ സ്വാഭാവികമായും ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് റിപ്പോർട്ട് കളക്ട് ചെയ്യേണ്ടതുണ്ട്. അതില് പിന്നെ അനുപമ അടക്കമുള്ള വിറ്റ്നസിന്റെ ഓറൽ എവിഡൻസ് കളക്ട് ചെയ്ത് അപ്പൊ ആ നടപടി അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അത് പോലീസിന്റെ ഭാഗത്ത് ഏതെങ്കിലും അപാകത ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്ത് എന്തെങ്കിലും ഫെയിലിയർ ഉണ്ട് എന്ന് നമുക്ക് കൃത്യമായ ബോധ്യമാകുമ്പോൾ അതനുസരിച്ചുള്ള ഉത്തരവുകൾ കമ്മീഷൻ പുറപ്പെടുവിക്കും. പക്ഷെ ഇപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായി നമുക്ക് പരിഗണിക്കാനുള്ളത് പിന്നെ അനുപമയുടെ ക്ലെയിം. അപ്പൊ ആ ക്ലെയിമിൽ ഒരു തീരുമാനമെടുക്കുകയും അടിയന്തരമായി അതുമായി ബന്ധപ്പെട്ട് ആ കുട്ടിയുടെ കസ്റ്റഡി അല്ലെങ്കിൽ കുട്ടിയെ തിരിച്ചേൽപ്പിക്കുന്ന നടപടി അല്ലെങ്കിൽ ഇപ്പോ കുടുംബ കോടതിയിൽ നിലനിൽക്കുന്ന നടപടി അതിലൊരു അടിയന്തരമായ തീരുമാനമെടുക്കുകയാണ്. കമ്മീഷന്റെ എൻക്വയറി തീരുന്ന മുറക്ക് വിശദമായ റിപ്പോർട്ട് തന്നെ കൊടുത്തുകൊണ്ട് പിന്നെ അതിലാവശ്യമായ നടപടി സ്വീകരിക്കും. അപ്പൊ അത് എല്ലാ കേസിലും കമ്മീഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഇതിൽ ഏറ്റവും പ്രധാനമായി ഇപ്പോൾ വേണ്ടത് നമുക്ക് ഈ കുട്ടിയുടെ ലീഗലി ഫ്രീ ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്ത നടപടിയെ അഫ്രഷായി പരിഗണിക്കണമെന്ന് കുടുംബ കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി പരിശോധിക്കുന്നത്. ഇപ്പൊ സമാന്തരമായ ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള അന്വേഷണമുണ്ട്. അപ്പൊ അത് ഓരോന്നും ഓരോ തലത്തിൽ നടക്കുന്നുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്ക് ഇതിലെ ലീഗലി ഫ്രീ ഡിക്ലറേഷന്റെ കാര്യത്തിൽ ഒരു തീർപ്പ് കൽപ്പിച്ചാലാണ് ഈ കേസിന്റെ ഒരു സംശയം കൂടി. ഇപ്പോൾ ഈ ശിശു സംരക്ഷണത്തിന് അല്ലെങ്കിൽ ബാലാവകാശത്തിന് വേണ്ടി സ്ഥാപിതമായിട്ടുള്ള സ്ഥാപനങ്ങളിൽ ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ അർദ്ധ ജുഡീഷ്യൽ അധികാരമുള്ള സ്ഥാപനമാണ്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും സമാന സ്വഭാവമുള്ളതാണ്. പക്ഷേ ഇതിൽ അങ്ങനെ ഒരു ഏജൻസി മാത്രമായി പ്രവർത്തിക്കുന്നത് സർക്കാരിന് കീഴിൽ തന്നെയുള്ള മുഖ്യമന്ത്രി അധ്യക്ഷനായ ശിശു സംരക്ഷണ സമിതിയാണ്. ഈ ശിശു സംരക്ഷണ സമിതിയിലാണ് ഒരു ക്രിമിനൽ കുറ്റം നടന്നതായി ഈ ക്ലെയിമന്റ് ആരോപിക്കുന്നത് പോലീസ് എഫ്ഐആർ ഉള്ളത്. ഈ ശിശു സംരക്ഷണ സമിതിയെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണം നടക്കുന്നു. അവിടെ ഈ പറയുന്ന കുഞ്ഞിനെ കൈമാറ്റത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളുകളൊക്കെ ആ സ്ഥാപനത്തിൽ ഇപ്പോഴുമുണ്ട്. അതായത് ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണം നടക്കുമ്പോൾ പോലും അവരെ മാറ്റി നിർത്തുകയോ സസ്പെൻഡ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ബാലാവകാശ കമ്മീഷൻ അതിന്റെ ഒരു ഓർഗാനിക് ആയിട്ടുള്ള അതിന്റെ ഒരു റൂട്ടീൻ സിറ്റിംഗിൽ മാത്രം പരിഹരിക്കേണ്ട ഒരു പ്രശ്നമായി ഇതിനെ കാണുന്നുണ്ടോ? അല്ല, കാരണം നമുക്ക് അനുപമയുടെ പരാതി കിട്ടിയതിൽ വളരെ റീസെന്റ് ആയിട്ടാണ് പരാതി കിട്ടിയത്. അപ്പൊ ആ പരാതിയിൽ നമുക്കൊരു അന്വേഷണം നടത്തി അതിലെന്തെങ്കിലും മെറ്റീരിയൽസ് വ്യക്തമായി കഴിഞ്ഞാൽ മാത്രമേ അത് സംബന്ധിച്ചുള്ള നിർദ്ദേശം കൊടുക്കാൻ പറ്റൂ. അപ്പൊ അന്വേഷണത്തിന്റെ ആ പ്രോസസ്സ് നടക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, പോലീസിന്റെ എഫ്ഐആർ ഇട്ടിരിക്കുന്ന ഇവരെ പാരന്റ്സിനെതിരെയാണ്. പോലീസിന്റെ അന്വേഷണം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. ആ അന്വേഷണത്തിന്റെ ഭാഗമായി ഏതെങ്കിലും ആളുകളെ വീണ്ടും അതിന്റെ പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നുണ്ടോ എന്ന സാഹചര്യം അനുസരിച്ച് മാത്രമേ അതിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നടപടിയിലേക്ക് നമുക്ക് പോകാൻ പറ്റൂ. കാരണം ഇത് ഒരു കേവലമായി നമുക്കൊരു ഉത്തരവ് പുറപ്പെടുവിക്കുക എന്നുള്ളതല്ല, മറിച്ച് അത് നിയമപരമായി നിലനിൽക്കണം. ഇത് കോടതികളിൽ എത്തുമ്പോൾ ഏത് ഉത്തരവുകളും ഒറ്റ കാര്യം ബാലാവകാശ കമ്മീഷൻ ചെയ്യാൻ കഴിയുമായിരുന്ന ഒരു കാര്യം ഈ പറഞ്ഞ ശിശു സംരക്ഷണ സമിതി അംഗങ്ങളെ മാറ്റി നിർത്തി അല്ലെങ്കിൽ അതിന്റെ സെക്രട്ടറിയെ മാറ്റി നിർത്തിയിട്ട് വേണം ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണം എന്ന് സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ള അധികാരം ബാലാവകാശ കമ്മീഷൻ ഉണ്ടല്ലോ.
അല്ല, തീർച്ചയായും ഉണ്ട്. പക്ഷെ അതിന് നമുക്ക് ഉപോത്ബലകമായ മെറ്റീരിയൽസ് കമ്മീഷൻ മുമ്പാകെ ലഭ്യമാകണം. അനുപമയുടെ പരാതി കിട്ടിയ ഉടൻ തന്നെ കമ്മീഷൻ നോട്ടീസ് കൊടുത്തു, പോലീസിന് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, ചൈൽഡ് വെൽഫെയർ കൗൺസിലിന് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, CWC അധികാരികൾക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതോടൊപ്പം ആ റിപ്ലൈ കിട്ടിയതിന് ശേഷം ഒരു അന്തിമമായി തെളിവ് പൂർത്തീകരിച്ചാൽ മാത്രമേ നമുക്ക് അത്തരം ഒരു നടപടിയിലേക്ക് പോകാൻ പറ്റൂ. തീർച്ചയായും അത് ആ തെളിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കമ്മീഷൻ ആക്ട് ചെയ്യുക. ശരി, ഞാൻ മടങ്ങി വരാം. ഡോക്ടർ ഹരിപ്രിയ, ഇവിടെ അനുപമ നീതി കിട്ടാത്ത ഒരമ്മയാണ്. അവർക്ക് പ്രതിഷേധിക്കാനും സമരം ചെയ്യാനുള്ള അവകാശങ്ങളുണ്ട്. ബാലാവകാശ കമ്മീഷൻ അംഗം നസീർ ചാലിയം വിശദീകരിക്കുന്നത് ഇതൊരു നിയമപരമായ പ്രോസസ്സാണ്. കോടതിയുടെ ഉത്തരവ്, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി, ബാലാവകാശ കമ്മീഷൻ പോലുള്ള അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനങ്ങളുടെ റൂട്ടീനായിട്ടുള്ള നടപടിക്രമങ്ങൾ, ഇതിനപ്പുറം ഒരു പ്രതിഷേധത്തിനോ ഒരു വികാരപ്രകടനത്തിനോ മറികടക്കാൻ കഴിയുന്നതല്ല ഈ ദത്ത് പ്രക്രിയയുടെ നിയമപരവും സങ്കീർണവുമായ നടപടിക്രമങ്ങൾ. അങ്ങനെ വേണമോ അതിനെ മനസ്സിലാക്കാൻ? അതല്ല, അനുപമ ഏതോ അർത്ഥത്തിൽ ഒരു ബാരിയർ തട്ടി നിൽക്കുകയാണ് അവരുടെ പോരാട്ടത്തിൽ, അങ്ങനെ വേണമോ മനസ്സിലാക്കാൻ? അജിംസെ, ഇതിൽ ഞാൻ ഇന്നത്തെ ഈ ശിശുദിനത്തിനകത്ത് നിന്നുകൊണ്ട് ഈ ശിശുക്ഷേമ സമിതിക്കും അതിന്റെ ചെയർമാനും ഒക്കെ നെഹ്റു നെഞ്ചോട് ചേർത്ത് വെച്ചിരുന്ന ആ പനിനീർ പൂക്കൾ സമർപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. കാരണം ശിശുക്ഷേമം എന്ത് സക്രിയമായാണ് നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അനുപമ. ഇതൊരു ലീഗൽ പ്രൊസീജിയറാണ്, നിയമപരമായി വരട്ടെ, നിയമപരമായി കാര്യങ്ങൾ നടന്നുകൊള്ളും. അനുപമ ഇങ്ങനെ വൈകാരികമായി പ്രതികരിക്കുന്നതിൽ അർത്ഥമില്ല എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ അനുപമ എന്ന് പറയുന്ന അമ്മ അനുഭവിക്കുന്ന വേദന ഓരോ ദിവസവും അവർ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വിവിധ ചാനലുകളിലും വിവിധ സംഘടനകളോടും പലരോടും എത്ര നാളുകളായി നെഞ്ചു നേറിക്കൊണ്ട് അവര് ഓരോ ഇടങ്ങളിലും ചെന്ന് അപേക്ഷിക്കുകയാണ്. എന്റെ കുഞ്ഞിനെ എനിക്ക് തരൂ എന്ന് പറഞ്ഞ ബോർഡ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് നടക്കിൽ ഒരമ്മ ഇരിക്കേണ്ട ഗതികേട് അനുപമയ്ക്ക് ഉണ്ടായിരിക്കുകയാണ്. ആ ഗതികേടൊക്കെ കണ്ടിട്ടും ഇത് നിയമപരമായ ഒരു പ്രോസസ്സിലൂടെ പോകട്ടെ, ഇതിൽ വൈകാരികമായി ഒന്നും പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞ് കയ്യും കെട്ടിയിരിക്കാൻ നമുക്ക് എങ്ങനെയാണ് കഴിയുന്നത്? ഇതിനു മുമ്പും ബാലാവകാശവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, കുഞ്ഞിന് ബിസ്ക്കറ്റ് കിട്ടാത്തതിന്റെയും പാല് കിട്ടാത്തതിന്റെയും ഒക്കെ പേരിൽ വളരെ വൈകാരികമായ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അനുപമയുടെ പ്രശ്നം കുഞ്ഞിന് ഭക്ഷണം കിട്ടിയില്ല എന്നുള്ളതല്ല, അമ്മ പ്രസവിച്ച കുഞ്ഞിനെ തന്റെ അടുത്ത് നിന്ന് ഒളിച്ചു കടത്തിയിരിക്കുന്നു എന്നുള്ള ഒരു വലിയ ആരോപണവുമായിട്ടാണ് അനുപമ മുന്നിൽ നിൽക്കുന്നത്. അനുപമയുടെ പ്രശ്നം അതാണ്, ആ കുഞ്ഞിന്റെ പ്രശ്നം. നമുക്ക് അതെന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കാണാൻ കഴിയാത്തത്? യഥാർത്ഥത്തിൽ അനുപമയുടെ വിഷയം മാത്രമല്ല ഇത്, മറിച്ച് ആ കുഞ്ഞിന്റെ സമസ്ത അവകാശങ്ങളും നമ്മൾ നിഷേധിച്ചിരിക്കുകയാണ്, ഈ സ്റ്റേറ്റ് നിഷേധിച്ചിരിക്കുകയാണ്. ആ കുഞ്ഞിന് അതിന്റെ ജനിച്ചു കഴിഞ്ഞ് ഒരു വർഷക്കാലം അമ്മയിൽ നിന്ന് പൂർണ്ണമായും കുഞ്ഞ് മാറ്റി നിർത്തപ്പെടുകയാണ്. അമ്മിഞ്ഞപ്പാല് കുടിക്കേണ്ട അവസരങ്ങൾ ആ കുഞ്ഞിനെ നിഷേധിച്ചിരിക്കുകയാണ്. അമ്മയുടെ അടുത്ത് കിടക്കേണ്ട അവസരങ്ങൾ ആ കുഞ്ഞിനെ നിഷേധിച്ചിരിക്കുകയാണ്. ആ കുഞ്ഞിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ എന്തുകൊണ്ടാണ് സ്റ്റേറ്റിന് സാധിക്കാത്തത്? പിന്നെ നമ്മൾ ഈ പറയുന്ന അവകാശ സംരക്ഷണം നിയമപരമായി പോകട്ടെ എന്ന് പറയുമ്പോൾ ഇതിൽ ഏറ്റവും ക്രിയാത്മകമായി ഇടപെടേണ്ടത് മറ്റാരുമല്ല, കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് വളരെ ക്രിയാത്മകമായി ഇടപെടാൻ കഴിയും എന്ന് തന്നെയാണ് എന്റെ ഉറച്ച ബോധ്യം. ഇപ്പൊ ശ്രീമതി ടീച്ചറുടെ ഒരു വോയിസ് പുറത്തു വന്നിരിക്കുന്നതിനെ പറ്റി ഞാൻ കഴിഞ്ഞ നമ്മുടെ ചാനലുകളിലൊക്കെ കേൾക്കുകയുണ്ടായി. അതിൽ പറയുന്നത് മുൻകൂട്ടി തന്നെ മുഖ്യമന്ത്രിക്ക് ഇതിനെക്കുറിച്ച് വിവരമുണ്ടായിരുന്നു, ഇതിനെക്കുറിച്ച് അറിയാമായിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അനുപമ തന്നെ ആ ദിവസങ്ങളിൽ പത്രക്കാർ ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരു പക്ഷേ അറിയില്ലായിരിക്കാം എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. പക്ഷെ മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നു എന്നാണ് ആ വോയിസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് അത്തരം ഒരു ഇടപെടൽ, അങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ ഒരു കുഞ്ഞമ്മയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയാണ് എന്നുള്ള ബോധ്യം ഉണ്ടാകുമ്പോൾ അതിൽ ക്രിയാത്മകമായി ഇടപെടാൻ നമ്മുടെ ആഭ്യന്തര വകുപ്പിന് കഴിയാതെ പോകുന്നത്? പോലീസിനോട് പലതവണ അഭ്യർത്ഥനയുമായിട്ട് അനുപമ ചെല്ലുകയാണ്. അവിടെ എന്തുകൊണ്ടാണ് പോലീസ് ക്രിയാത്മകമായി ഇടപെടാതെ പോകുന്നത്? ഇവിടെ കുഞ്ഞിന്റെ അവകാശവും അമ്മയുടെ അവകാശവും ഒരേ സമയം നിഷേധിക്കപ്പെടുകയാണ്. അതിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിലൊക്കെ ഈ എതിർത്ത് നിന്നവരെ, മാറ്റി നിർത്തിയവരെ, ഇവരെ രണ്ടുപേരെയും അകറ്റി നിർത്തിയവരെ എന്ന് ആരോപിക്കപ്പെടുന്നവർ അവരിപ്പോഴും സുരക്ഷിതരായിരിക്കുകയാണ്. അവർക്ക് സ്ഥാനചലനം ഉണ്ടായിട്ടില്ല, മാറ്റി നിർത്തൽ ഉണ്ടായിട്ടില്ല, അവരോടൊന്നും മാറി നിൽക്കുക എന്നുള്ള ഒരു വാക്കുപോലും പറയുന്നില്ല. അവർ പഴയ സ്ഥാനത്ത് അതേ സ്ഥിതി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്?
അപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് പഠിക്കലും അതേപോലെ ബാലാവകാശ കമ്മീഷന്റെ മുന്നിലും ഒക്കെ ഇതുപോലെ കരഞ്ഞുകൊണ്ട് അനുപമ ഇരിക്കേണ്ട സാഹചര്യം വരുന്നത് മറ്റൊന്നുകൊണ്ടുമല്ല. അത് കേവലം വൈകാരിക പ്രകടനം മാത്രമല്ല, മറിച്ച് നീതി നിഷേധിക്കുമ്പോൾ ആ നീതിക്ക് വേണ്ടി ഏതറ്റം വരെയും മുന്നോട്ട് പോകേണ്ടി വരുന്നു എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. പോലും ഒരു പ്രതിഷേധത്തിന് അനുപമ ഇറങ്ങാനുള്ള കാരണം അതാണ്. ഹരിപ്രിയ, ശരി, ഞാൻ താങ്കളെ മടങ്ങി വരാം. ശ്രീ റെജി ലൂക്കോസ്, ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPM നേതാക്കൾ ഇപ്പോൾ തയ്യാറല്ല. മുമ്പും താങ്കൾ തന്നെയാണ് ഇതുപോലുള്ള സമാനമായ ചർച്ചയിൽ വന്നിട്ടുള്ളത്. CPM നേതാക്കൾ ഔദ്യോഗികമായി അതിനോട് പ്രതികരിക്കുന്നില്ല. പക്ഷെ പുറത്തു വരുന്ന തെളിവുകൾ, വിവരങ്ങൾ അനുസരിച്ച് അനുപമയുടെ പരാതി മുഖ്യമന്ത്രിക്കേ അറിയാമായിരുന്നു. ഇങ്ങനൊരു സംഭവം ഉള്ളതായി മുഖ്യമന്ത്രിക്ക് നേരത്തെ അറിയാമായിരുന്നു. പക്ഷെ മുഖ്യമന്ത്രി അതേക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല. അനുപമ ഇവിടെ ആരോപിക്കുന്നത് ഒരു അസ്വാഭാവികമായ വൈകൽ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകുന്നു, അസ്വാഭാവികമായ ഒരു അവഗണന അനുപമയുടെ പരാതിയോടുണ്ടാകുന്നു, അസ്വാഭാവികമായ ഒരു മടി നടപടിയെടുക്കുന്നതിൽ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒരുപോലെ കാണിക്കുന്നു. അത് വ്യക്തവുമാണ്, ചില കാര്യങ്ങളിൽ വ്യക്തവുമാണ്. ഇത് സംഭവിക്കുന്നത്, ഇത് ഭരണകൂടത്തിനറിയാം, സർക്കാരിനറിയാം, മന്ത്രിമാർക്കറിയാം, മുഖ്യമന്ത്രിക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയത്തെ ഔട്ട് ഓഫ് ദ ലീഗൽ സിസ്റ്റം പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകാം, ചിലപ്പോൾ ശ്രമിച്ചിട്ടുണ്ടായില്ലായിരിക്കാം. എങ്കിൽ പോലും ഭരണഘടനാനുസൃതമായ അവരൊരു സത്യപ്രതിജ്ഞ ചെയ്ത് അവർ അധികാരത്തിലേറിയ സ്ഥാനത്തോട് നീതി പുലർത്താൻ വേണ്ടിയെങ്കിലും താങ്കൾ എന്തെങ്കിലും ചെയ്തു എന്ന് കാണിക്കേണ്ടേ ഭരണകൂടം? ശ്രീ റെജി ലൂക്കോസ്. അജിംസ്, എനിക്കൊരു അല്പം സമയം തരണം. കാരണം ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയമാണ്. കേരളീയ പൊതുസമൂഹം കഴിഞ്ഞ 10 ദിവസമായിട്ട് ഇത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതായത് നിയമപരമായ രീതിയിൽ ഇതിനകത്ത് അനുഭവം എന്ന് പറയുന്ന പെൺകുട്ടി, ആ പെൺകുട്ടി ഒരു പാവം പെൺകുട്ടിയാണ്, അതിന് വളരെ ചെറിയ പ്രായമുള്ളൂ. ആ പെൺകുട്ടിയുടെ കൃത്യമായും അവരുടെ സമ്മതപത്രത്തോടുകൂടിയാണ് CWCയിൽ ഈ കുട്ടീനെ ഏൽപ്പിച്ചെന്നുള്ള ഒരു തെളിവ് സഹിതം പുറത്തു വന്നിട്ടുണ്ട്. ആ പെൺകുട്ടി ആരോപിക്കുന്നത് ഇപ്പോൾ വൈകിയാണെങ്കിൽ അവർ പറയുന്നത് എന്നെ നിർബന്ധിച്ചിട്ട് മാതാപിതാക്കൾ ഒപ്പിടിപ്പിച്ച, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 6 മാസക്കാലത്തിനുള്ളിൽ ഒരു അമ്മ എന്നുള്ള സ്ഥാനത്ത് നിന്നുകൊണ്ട്, നേരത്തെ ഇവിടെ അമ്മിഞ്ചപ്പാലിന്റെ കഥ പറഞ്ഞ കേട്ടു, അമ്മിഞ്ചപ്പാല് നുണയേണ്ട ആ കുഞ്ഞിനെ 6 മാസത്തിനുള്ളിൽ ഇവർ പരാതിയായിട്ട് വരുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസമുള്ള ഈ പെൺകുട്ടിയോ അല്ലെങ്കിൽ അവരുടെ പാർട്ണറാണെന്ന് 3ാമത്തെ സ്ത്രീയോടൊപ്പം ജീവിക്കുന്ന, ഈ പെൺകുട്ടിയോടൊപ്പം ജീവിക്കുന്ന ആ പാർട്ണർക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ ഒരു നരേഷൻ ഉണ്ടല്ലോ, അനുപമയെ കുറിച്ചുള്ള ഈ നരേഷൻ താങ്കൾ സാമൂഹ്യ മാധ്യമങ്ങൾ, ഉദാഹരണത്തിന് ഫേസ്ബുക്കിൽ ധാരാളമായി എഴുതിയിട്ടിട്ടുണ്ട്, അത് ഞാൻ വായിച്ചിരുന്നു. ഇത്തരം നരേഷൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ ധാരാളമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് അനുപമ ഒരു പത്രത്തിന് നൽകിയ വിശദമായ ഒരു ഇന്റർവ്യൂവിൽ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് വിശദമായി അവർ പറയുന്നുണ്ട്. അത് വായിക്കാത്ത ഒരാളായിരിക്കില്ല റെജി ലൂക്കോസ്, അത് വായിക്കാത്തവരല്ല കേരളത്തിലുള്ളവർ. എന്നിട്ട് നിരന്തരം ഒരാളുടെ എന്താണ് പറയാ, മൊറാലിറ്റിക്കെതിരെ, ഒരാളുടെ ഇന്റഗ്രിറ്റിക്കെതിരെ നിരന്തരമായി ഇങ്ങനെ സംസാരിക്കാൻ എങ്ങനെയാണ് കഴിയുന്നത്? കുറഞ്ഞപക്ഷം അനുപമ ഇവിടെ ഇരിപ്പുണ്ട്, അവർക്കതിന് മറുപടി പറയാൻ കഴിയും. അത് ഓർത്തിട്ടെങ്കിലും അത് ഒന്ന് സൂക്ഷിച്ച് പറഞ്ഞുകൂടെ? അജിംസ്, ആദ്യം മനസ്സിലാക്കേണ്ടത്, ഏതാണ്ട് ഒരു 8.5 വർഷമായിട്ട് ഞാൻ ഇവിടുത്തെ ചാനലുകളിൽ ഡിബേറ്റിന് വരുന്നുണ്ട്, ഇൻക്ലൂഡിംഗ് മീഡിയ വൺ, തുടക്കം മുതലേ. ഒരു ധാർമ്മികമായ അല്ലെങ്കിൽ ഒരു അധാർമികമായ നിലപാടിൽ ഒരു ചർച്ചയിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. കേരളത്തിലെ 82 ലക്ഷം വരുന്ന മാതാപിതാക്കൾക്കും ഉൾപ്പെടെയുള്ള 3.5 കോടി ജനങ്ങൾക്ക് ഇതിന്റെ വസ്തുത മനസ്സിലായി കഴിഞ്ഞു. ഞാൻ ആ പെൺകുട്ടികളെ കുറിച്ച് ആദ്യം സംഭവം എന്താ, അതൊരു പാവം പെൺകുട്ടിയാണ്, എനിക്ക് അതിനോട് എന്റെ സഹോദരിയെ പോലെയുള്ള സ്നേഹമുണ്ട്. പക്ഷെ യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് നിങ്ങളൊരു സർക്കാരിനെ ഈ നിയമവ്യവസ്ഥയും പല്ലൊളിച്ച് കാണിക്കുന്നതിനെ അതിന് വസ്തുതകൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഒഴുക്കിന് അനുകൂലമായിട്ട് നമ്മൾ നീന്തിക്കൊണ്ടിരിക്കുന്നത്? ശരിയാണോ? അതാണ് ഇവിടുത്തെ പ്രശ്നം. എനിക്ക് ആ പെൺകുട്ടിയുടെ എന്താ പ്രത്യേകിച്ച് എന്തെങ്കിലും അബദ്ധക്കുറവുണ്ടോ? ഇവിടെ ലിവിംഗ് ടൂതർ എന്ന് പറയുന്ന നിയമം അല്ലല്ല, പ്ലീസ് എന്നെ തടയാതെ. എനിക്കെന്താ പ്രശ്നം? എനിക്കെന്ത് ബോധരക്ഷ? എന്താണ് എന്നോട് ചോദിക്കുന്നത്? എനിക്കെന്താ പ്രശ്നമുള്ളത്? എനിക്ക് എവിടെയോ തിരുവനന്തപുരത്തുള്ള, ഞാൻ കോട്ടയത്തായിരിക്കുന്നത്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് അതൊരു ഔട്ട് ഓഫ് ക്വസ്റ്റൻ ആണ്. ഞാൻ പറയുന്നത് പൂർത്തീകരിക്കട്ടെ. അജിംസ്, ഇടപെടരുത്. നിങ്ങൾക്ക് ഒരു അജണ്ട ഉണ്ടെന്ന് ഞാൻ കരുതിയ, പക്ഷെ അത് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഇടപെടരുത്. അത് ജനങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞത് കൃത്യമായി എന്റെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും ഒരു നുണ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പേര് നിയമ സ്വീകരിക്കട്ടെ. ഹൈക്കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്. അജിംസ് എന്താ അതുകൊണ്ട് മറച്ചു വെക്കുന്നത്? ഹേബിയസ് കോർപ്പസ് ഹർജിയുമായിട്ട് ഈ പറയുന്ന ഈ പെൺകുട്ടിയുടെ പാർട്ണറും ഈ പെൺകുട്ടിയും ഹൈക്കോടതി സമീപിച്ചല്ലോ. ഹൈക്കോടതി പറഞ്ഞ പരാമർശം എന്തുകൊണ്ടാ? എന്താണ് പറഞ്ഞത്? ഇത് പിൻവലിക്കണം എന്ന് പറഞ്ഞില്ലെങ്കിൽ ഹൈക്കോടതി നടപടി എടുക്കേണ്ടവരെന്ന് പറഞ്ഞു. പിന്നെ ഒരു വാചകം അതിനകത്ത് കൂട്ടിച്ചേർത്തായിരുന്നു, നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ മുഴുവൻ പൂർത്തീകരിച്ചാണ് ഈ കുട്ടിയെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് പോലും അതിനു മുമ്പ് തന്നെ ഈ പെൺകുട്ടിയുടെ റിക്വസ്റ്റ് മാനിച്ചുകൊണ്ട് സകല നിയമവശങ്ങളെ മറികടന്നുകൊണ്ട് ഒരു മനുഷ്യത്വത്തിന്റെ പേരിൽ ഈ കോടതിയിൽ കൊടുത്ത കുടുംബ കോടതി അത് മരവിപ്പിക്കുകയും ചെയ്തു. അതിന്റെ ഉത്തരവ് അവർ നേരത്തെ അഡോപ്ഷൻ കൊടുത്തിരിക്കുന്നത്, കാരണം ഫൈനൽ അഡോപ്ഷൻ ആയിട്ടില്ല.
ഇനി രണ്ടാമത്തെ വസ്തുത എന്ന് പറയുന്നത്, ഈ ആ പാവം പെൺകുട്ടിയെ മാറ്റി വെക്കൂ. ഈ പെൺകുട്ടിയുടെ പാർട്ണർ അവകാശപ്പെടുന്ന ഒരു ചെറുപ്പക്കാരുണ്ടല്ലോ, പേരിനത് ഞാൻ ഓർക്കുന്നില്ല. അയാള് ഈ അഡോപ്ഷന്റെ കുറിച്ച് ഈ കുട്ടിയെ അഡോപ്ഷൻ കൊടുത്ത് CWCയിൽ സ്വീകരിച്ചതിന്റെ 7ാമത്തെ ദിവസം കേരളത്തിലെ മാധ്യമങ്ങളിൽ ആ കുഞ്ഞിന്റെ പടം സഹിത പരസ്യം കൊടുത്തു. ആർക്കെങ്കിലും പരാതിയുണ്ട്, 1 മാസത്തിനകം പരാതി നൽകണം. ഈ പരസ്യം കണ്ടുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ ആ CWCയിൽ എത്തിയിട്ട് അന്വേഷിച്ചു. തന്റെ കുഞ്ഞാന്ന് ബോധ്യം വന്നു. ഒരു കൊച്ചു കടലാസിൽ അയാൾക്ക് പരാതി കൊടുക്കാൻ മേലായിരുന്നോ? എന്താ കാരണം? അയാൾക്ക് ലീഗലി ഒരു ഭാര്യയുണ്ട്. ആ ഭാര്യ തന്നെ മീഡിയ ഉൾപ്പെടെയുള്ള ചാനലിൽ വന്നിട്ട് പറഞ്ഞെന്താ, ഞാൻ പങ്കെടുത്ത ചർച്ചയ്ക്കകത്ത് അവരെന്താ പറഞ്ഞേ, എന്നെ മർദ്ദിച്ചു, എന്റെ കഴുത്തിൽ കത്തി വെച്ചിട്ടാണ്, അവസാനം ഭയന്നിട്ട് ഇത് ഒപ്പിട്ട് കൊടുത്തു പറഞ്ഞു ഡൈവോഴ്സിന്. 6 മാസം കഴിഞ്ഞപ്പോൾ ഡൈവോഴ്സ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അയാൾ രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. അതുവരെ ആ കുട്ടിയെക്കുറിച്ച് അന്വേഷിക്കാതിരുന്ന ആ മനുഷ്യൻ രംഗപ്രവേശം ചെയ്തിട്ട് അയാൾ പറയുന്നു, എനിക്കിനി കുട്ടിയെ വേണം, നീ പെൺകുട്ടിയെ കൊണ്ട് പറയുകയോ ചെയ്യുന്നു. എന്തായാലും ആട്ടെ, ഈ സത്യവും അർത്ഥസത്യവും കൂട്ടിക്കലർത്തി പറഞ്ഞാൽ അതൊരിക്കലും മുഴുവൻ സത്യമാവില്ല റജി ലൂക്കോസ്. അതായത് കഴുത്തിൽ കത്തിവെച്ച ഒരാളെ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിടിക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ സാധ്യമാവുന്ന ഒരു കാര്യമല്ല. കാരണം കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന കാര്യമാണ് ഡിവോഴ്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് പറയുന്നത് റജി ലൂക്കോസ്? എന്റെ അജിംസ, ഇങ്ങനെയാണോ നിങ്ങൾ ഓരോ കാര്യങ്ങൾക്ക് കൗണ്ടർ ചെയ്യുന്നത്? തീർച്ചയായിട്ടും. കാരണം ഈ പറയുന്ന അജിത്തിന്റെ ആദ്യ ഭാര്യ എന്ന് പറയുന്ന ആൾ ഒരു സ്വതന്ത്ര വ്യക്തിയാണ്. അവർ സ്വതന്ത്രയായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് സംസാരിച്ച ഒരാളാണ്. അവർക്ക് പറയാമല്ലോ, കോടതിയിലും സ്വതന്ത്രമായിട്ട് പറയാമല്ലോ, എന്നെ കഴുത്തിൽ കത്തിവെച്ചിട്ടാണ് ഡിവോഴ്സ് പെറ്റീഷൻ ഒപ്പിടിച്ചതെന്ന് അവർക്ക് കോടതിയിൽ പറയാമല്ലോ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വളരെ സിമ്പിളായ ചോദ്യം. ഇവർ പറയുന്ന വാദഗതികളാണ് ശരിയെന്നും, അതുപോലെ ഇപ്പൊ വഴിയാധാരമായിരിക്കുന്ന ആ പാവപ്പെട്ട സ്ത്രീ, അതും മതം മാറ്റി വന്നൊരു സ്ത്രീ, അവര് പറയുന്നത് തെറ്റാണെന്ന് പറയുന്നതിന് എന്താ അർജമുള്ള? അവരങ്ങനെ കോടതി പറയണമായിരുന്നു, അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇത് കൂടാണ്ട് വേറൊരു പെൺകുട്ടി ആദ്യ പെരുവിളിയിലാക്കിയിട്ടുണ്ട് ഈ വിദ്വാൻ. അതൊന്നും മറന്ന് കേരളത്തിന്റെ ധാർമ്മികതയൊന്നും ആരും ചോദ്യം ചെയ്യരുത്. ഞാൻ ഈ പെൺകുട്ടിക്ക് താങ്കൾ എന്താണ് പറയുന്നത്? ഒരാളെ വിവാഹം കഴിച്ച് ഉപേക്ഷിക്കുന്നു, പിന്നീട് വിവാഹം കഴിക്കുന്നത് അധാർമികമാണ് എന്ന വാദം റജി ലൂക്കോസിനുണ്ടോ? എനിക്ക് ഒരിക്കലുമില്ല. ഞാൻ പറഞ്ഞത്, ഞാൻ അധാർമിക എന്ന വാക്ക് ഉപയോഗിക്കാൻ കാരണം എന്തുകൊണ്ടാ? സ്വന്തം കുഞ്ഞു ജനിച്ചിട്ട് 6 മാസത്തേക്ക് തിരിഞ്ഞു നോക്കായിരുന്നു ഈ മനുഷ്യൻ കാണിച്ചത് ധാർമ്മികതാണെന്ന് അജിംസ് പറയാൻ പറ്റുമോ? നമുക്കൊക്കെ കുഞ്ഞുങ്ങളില്ലേ? എനിക്കുണ്ട് ഈ പ്രായത്തിലൊരു പെൺകുട്ടി. ഈ കേരളത്തിൽ ശരി റജി ലൂക്കോസ്, ഇത് നിരവധി തവണ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും നിരന്തരമായി ഉന്നയിക്കപ്പെട്ട ഒരു ആക്ഷേപമാണ്. 6 മാസത്തേക്ക് അനുപമ, അവസാനമായി എനിക്ക് താങ്കളോട് അത് ആവശ്യപ്പെടുന്നതിൽ എനിക്കൊരു ചെറിയ മടിയുണ്ട്. അവസാനമായി ഈ മിസ്കൺസെപ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു മിസ്ഇൻഫർമേഷൻ അതെങ്ങനെയുണ്ടായി, എന്താണെന്ന് വിശദീകരിക്കാമോ? അല്ല, എനിക്കൊരു കാര്യം പറയാനുള്ള, ഇപ്പൊ ഈ അജിത്തിന്റെ ആദ്യ ഭാര്യയുടെ കാര്യം പറയുന്നുണ്ട്. അവർ ഈ പറഞ്ഞതെല്ലാം രണ്ടാമത് വേറൊരു പല മീഡിയാസിലും തിരുത്തി പറയുകയുണ്ടായി. അത് ഈ സാർ കണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതോ കണ്ടിട്ടും മറന്നതാണോ മറച്ചു വയ്ക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അജിത്ത് ഓൾറെഡി ഇപ്പോ നസിയ തന്നെ അജിത്തിന്റെ രണ്ടാമത്തെ ഭാര്യയായിരുന്നു. അതിന് മുമ്പ് വേറെ ആരെയോ പറ്റിച്ചു എന്ന് പറയുന്നു. ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് പറയണമെങ്കിൽ ആ ആളെ റജി ലൂക്കോസ് സാറിന് നേരിട്ട് അറിയാമായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. അവരുടെ പേരെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ സാറിന്? വേറെ ഒന്നും കൊണ്ട് ചോദിക്കുന്നില്ല. ഇതിപ്പോ ഒരുപാട് കേൾക്കുന്നുണ്ട്, അജിത്തിന് പോലും അറിയില്ല എന്ന് പറയുന്നത്. ഇനി അജിത്തിന് ഓർമ്മയില്ലാഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന പേരെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? പിന്നെ വേറെ 2-3 പിള്ളേർ അജിത്തിനുണ്ടെന്ന് പറയുന്നു. ആ അറിവും അജിത്തിനില്ല, മറന്നുപോയതാണെങ്കിലോ. അപ്പൊ ഒന്ന് അവരുടെ പേരോ അല്ലെങ്കിൽ അവരെ ഒന്ന് മീഡിയയുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്നാൽ വളരെ നന്നായിരിക്കും. അവർക്ക് അച്ഛനില്ലാത്തതിന്റെ വിഷമമൊന്നും വേണ്ട. അങ്ങനെ ഒരു പിള്ളേരുണ്ടെങ്കിൽ ഞാൻ അജിത്തിനെ ഉപേക്ഷിച്ചിട്ട് അവരുടെ അച്ഛനായിട്ട് അജിത്ത് പൊക്കോട്ടെ, എന്റെ കുഞ്ഞിന് അജിത്ത് അച്ഛനില്ലേ, കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം, എന്നെ സിംഗിൾ മദറായിട്ട് ഇരിക്കാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ഉണ്ടോ? പിന്നെ ഇത്രയും നാളായിട്ട് പറയുന്ന 6 മാസം വന്നില്ല, ഇതിന്റെയൊക്കെ മറുപടി ഞാൻ ഒരുപാട് തവണ പറഞ്ഞത് അത് ഈ സാറിന് അറിയാവുന്നയാ. പിന്നെ മനഃപൂർവ്വം ഈ പറയാതിരിക്കുന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ല. സാർ ഒരു കാര്യം ചെയ്യേ, 6 മാസം ഞാൻ വന്നില്ല എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ, അല്ലെങ്കിൽ ഞാനോ എന്റെ ഹസ്ബൻഡോ വന്നില്ല എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു 6 മാസത്തെ കാര്യം സാറിന് എന്ത് പറയാൻ പറ്റും? പരാതി പോലീസ് സ്റ്റേഷനിൽ എടുത്തിട്ടില്ല, DGPയുടെ അടുത്ത് എടുത്തിട്ടില്ല, മുഖ്യമന്ത്രിയുടെ അടുത്ത് എടുത്തിട്ടില്ല, പാർട്ടി സഖാക്കൾക്ക് മൊത്തം കൊടുത്തെടുത്തിട്ടില്ല, CWCയിൽ എടുത്തിട്ടില്ല. ഇതിനെയൊക്കെ പറ്റി എന്ത് പറയാനുണ്ട് സാറിന്? അത് മാത്രം ഒരു മറുപടി പറയാൻ പറ്റുമോ? ഞാൻ മറുപടി പറയട്ടെ. പറയൂ റജി ലൂക്കോസ്. ഞാൻ മറുപടി പറയട്ടെ, അതിനുള്ള അനുവദിക്കണം അജിംസ്. പറയൂ റജി ലൂക്കോസ്. അതായത് പിന്നെ അനുഭവം എന്ന് മനസ്സിലാക്കുക. ഈ പറയുന്ന അനുപമയുടെ ലൈഫ് പാർട്ണർക്ക് കുട്ടികളുണ്ടെന്ന് ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്കറിയത്തില്ല. ഞാൻ അയാളുടെ പാരമ്പര്യം അന്വേഷിച്ച് പോയിട്ടുമില്ല, അത്രക്കാരുമായിട്ട്
പോലും ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ. ഇനി ജീവിതത്തിൽ അയാളെ കണ്ടുപിടുന്ന പോലും എനിക്ക് റെജി ലൂക്കോസ്, ഈ അനുപമയുടെ പങ്കാളി അജിത്തിന് സമ്മതിക്കാന്ന്. അനുപമയ്ക്ക് മുമ്പ് 2 ഭാര്യമാരുണ്ടായിരുന്നു എന്ന വിവരം താങ്കൾക്ക് എവിടെ നിന്നാണ് ലഭിച്ചത്? ആരാണ് അജിത്തിന്റെ ആദ്യ ഭാര്യ? എനിക്ക് എന്റെ അജിംസ് ഈ വാർത്താ മാധ്യമം അല്ല, ഒന്നാം തരം മാധ്യമ പ്രവർത്തനല്ലേ. ഇവിടെ ഞാൻ മാത്രമല്ല ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. അങ്ങനെ റെജി മാത്രമാണ് അങ്ങനെ ആരോപണം ഉന്നയിച്ചത് ഞാൻ പറയുന്നില്ല. പക്ഷെ റെജിയാണ് വളരെ റെലൻലെസ് ആയി സാമൂഹ്യ മാധ്യമങ്ങളിലും ചാനലുകളിലും വന്നിട്ട് ഇക്കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റെജിക്ക് എവിടെ നിന്നാണ് വിവരം കിട്ടിയത്? അജിത്തിന്റെ ആദ്യ ഭാര്യയുടെ പേരെന്താണ്? അവരാരാണ്? സംശയിക്കാനില്ല, എനിക്കൊരു മടിയുമില്ല. കാരണം കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ വികാരം തന്നെയാണ് എന്റെ വായിലൂടെ അജിത്തിന് അനുപമയ്ക്ക് മുമ്പ് 2 ഭാര്യമാരുണ്ടായിരുന്നു എന്ന വാദം ഇവിടെ തന്നെ ഇപ്പോൾ റെജിയിലേക്ക് ഉന്നയിച്ചു. ആരാണ് ആദ്യത്തെ ഭാര്യ? രണ്ടാമത്തെ ഭാര്യ അറിയാം. അതായത് അനുപമയ്ക്ക് മുമ്പ് അജിത്ത് ആരുടെ ഒപ്പമാണോ ജീവിച്ചിരുന്നത് അവർ മാധ്യമങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. പക്ഷേ റെജി ലൂക്കോസ് പറയുന്നത് അതിനു മുമ്പ് ഒരാളുണ്ടായിരുന്നു എന്നാണ്. അതാരാണ്? അതിനു മുമ്പ് ഒരാളുണ്ടായിരുന്നുള്ളവർ ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഏത് വാർത്താ മാധ്യമം? ഏത് വാർത്താ മാധ്യമമാണ് അങ്ങനെ റിപ്പോർട്ട് ചെയ്തത്? ചന്ദ്രന് പോയവരുടെ കാര്യങ്ങൾ അവർ പറയുന്നല്ലോ അറിയുന്നുള്ളൂ. എത്രയോ മാധ്യമങ്ങൾ ഈ കഴിഞ്ഞ നിരന്തരമായിട്ട് പറയുന്ന വാർത്താ മാധ്യമങ്ങൾ ഈ ഫേസ്ബുക്കിലൊക്കെ വരുന്ന സൈബർ അറ്റാക്ക്, സൈബർ പോരാളികളുടെ ഞാൻ ഏറ്റവും അവസാനം വായിച്ചത് നിങ്ങളുടെ ഫേസ്ബുക്ക് വാളിലാണ് ശ്രീ റെജി ലൂക്കോസ്. ഈ ആരോപണം ഏറ്റവും അവസാനം ഞാൻ വായിച്ചത് നിങ്ങളുടെ ഫേസ്ബുക്ക് വാളിലാണ്. ഞാൻ ഒരു മാധ്യമത്തിലും കണ്ടില്ല അങ്ങനെ ഒരു വാദം. ഒരു മാധ്യമങ്ങളിലും അജിത്തിന്റെ ആദ്യ ഭാര്യ എന്ന് പറഞ്ഞ ഒരാളും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഒരു വാചകം പോലും റെജി ലൂക്കോസ്, നിങ്ങൾക്ക് തെറ്റായ വിവരമാണ് ലഭിച്ചതെങ്കിൽ നിങ്ങൾ അത് തിരുത്തണം. അല്ലാതെ ഒരാൾ പോലും ക്ലെയിം ചെയ്യാത്ത, ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്യാത്ത ഒരു കാര്യത്തെ നിങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് അനുപമയ്ക്കെതിരെയുള്ള അലിഗേഷനാണ്, അവർക്കെതിരെ വ്യക്തിപരമായുള്ള അലിഗേഷനാണ്. ഞാൻ അവർക്കെതിരെ വ്യക്തിപരമായിട്ട് ഒരു അലിഗേഷൻ തരാം. അജിംസ് എന്നെ കൊണ്ട് പറയിപ്പിക്കാതെ കണ്ട് നിങ്ങളുടെ അജണ്ട പൂർത്തീകരിക്കാൻ ശ്രമിക്കുകയാണ്. കേരളം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഞാൻ പറയുന്നത് എനിക്കൊരു അജണ്ടയുമില്ല. റെജി ലൂക്കോസ് ആണ് പറഞ്ഞത് അജിത്തിന് അനുപമയ്ക്ക് മുമ്പ് 2 ഭാര്യമാരുണ്ടായിരുന്നു എന്ന്. എങ്കിൽ ആദ്യ ഭാര്യ ആരാണെന്നാണ് എന്റെ ചോദ്യം. അത് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറ, തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറ, അത്രയേ ഉള്ളൂ. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായില്ല. ഈ സബ്ജക്റ്റിൽ CPM ആളുകളെ, ഔദ്യോഗിക ആളുകളെ വിടാത്ത എന്തുകൊണ്ടാണ്? നിങ്ങൾ പറയിപ്പിക്കൽ, അവരെ ഇരുത്തി നാണം കെടുത്തിക്കും. അതുകൊണ്ട് ആളെ വിടാത്തത് എന്താ തർക്കം? ഞാൻ പോലും ഇവിടെ സഹിക്കിട്ടില്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാതുകൊണ്ട് നിങ്ങൾ തോക്കിനകത്ത് കയറി വെടിവെക്കുക. ഈ ചർച്ചയുടെ പ്രസക്തി എന്താ? ഇവിടെ ശിശുക്ഷേമ സമിതിയുടെ ഒരു പ്രതിനിധി ഉണ്ടല്ലോ, ബാലാവകാശ കമ്മീഷന്റെ പ്രതിനിധി അഡ്വക്കേറ്റ് ഉണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞ എന്താണ്? ഞാൻ ഈ ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ ഇവിടെ ഉദ്ധരിച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും അക്ഷരം വേണ്ടിയോ? ഇല്ലീഗലല്ലേ ഇപ്പൊ ഇവിടെ നടത്തുന്ന സമരം? ഈ കഴിഞ്ഞ പ്രാവശ്യം ഇവർക്ക് കേരളം ലജ്ജിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പ്ലാക്കാർഡ് കെട്ടി ആ പാർട്ണറും ഈ പെൺകുട്ടിയും കേരളത്തിന്റെ സെക്രട്ടേറിയറ്റ് മുമ്പിൽ ധർണ നടത്തിയില്ലേ? കോൺഗ്രസിന്റെ എത്ര വനിതാ നേതാക്കൾ ഇവർക്ക് ആരാർപ്പണം നടത്തി? ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇപ്പൊ ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവരുടെ സമരത്തിന് മുമ്പിലുണ്ടോ? പെരുമഴയത്ത് ആ പാവം പെൺകുട്ടി നിൽക്കുന്നത് ഉണ്ടോ? എന്താ കാരണം? കേരളം തിരിച്ചറിഞ്ഞു. ഏതെല്ലാം രീതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജിയുടെ പ്രസക്തി എന്താണ്? ഈ കുഞ്ഞിനെ ദത്ത് പ്രോസസ്സിലാണ് എങ്കിൽ എന്നാണ് ഹൈക്കോടതി ചോദിച്ചത്. തികച്ചും സാങ്കേതികമായ ഒരു ചോദ്യമാണത്. ഈ കുഞ്ഞിനെ ദത്ത് പ്രോസസ്സിലേക്ക് ഉൾപ്പെടുത്തി എങ്കിൽ ആ കുഞ്ഞെവിടെയാണ് എന്ന് കോടതിക്ക് അറിയാം, കുഞ്ഞെവിടെയാണെന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് അറിയാം, കുഞ്ഞെവിടെയാണെന്ന് ശിശു സംരക്ഷണ സമിതിക്ക് അറിയാം. പിന്നെ എങ്ങനെ ഇതൊരു ഹേബിയസ് കോർപ്പസ് ഹർജിയാകും എന്ന സാങ്കേതികമായ ചോദ്യമാണ് അനുപമയോട് ചോദിച്ചത്. അല്ലാതെ അനുപമയെയോ അജിത്തിനെയോ ശാസിച്ചു വിടുകയല്ല ഹൈക്കോടതി ചെയ്തത്. അല്ല, ഞാൻ നിങ്ങളോട് നിയമപരമായിട്ട് തന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഹൈക്കോടതി എന്താ പറഞ്ഞേ? കീഴ്ക്കോടതി കുടുംബക്കോടതി ഒരു തീർപ്പാക്കും, ക്ഷമിക്കൂ, അവിടെ ചെന്ന് വാദം നടത്തുന്ന പറഞ്ഞേ. അതിന് അവരെന്തുകൊണ്ടാണ് ഹൈക്കോടതിയിൽ പോയത്? അനുപമയും അജിത്തും ഈ കുഞ്ഞ് എവിടെയുണ്ടെന്ന ഔദ്യോഗികമായ ഒരു വിവരവും അവരുടെ മുമ്പിൽ ഇല്ലെന്നേ. ഈ കുഞ്ഞ് ദത്ത് പ്രക്രിയയിലാണ് എന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി സമ്മതിച്ചെങ്കിൽ ഇവർ ഹേബിയസ് കോർപ്പസുമായി ഹൈക്കോടതിയിൽ പോവില്ലായിരുന്നു. അല്ല, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരള ഹൈക്കോടതിക്ക് ഇതൊന്നും അറിയത്തില്ലേ? ഹൈക്കോടതി എന്താ പറഞ്ഞേ? ഹൈക്കോടതി പറഞ്ഞു അജിംസ്, ഹൈക്കോടതിയൊക്കെ നിങ്ങളിങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്തേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹേബി കോർപ്പസ് ഹർജി അവർ ഫയൽ സ്വീകരിക്കണ്ടേ? ഞാൻ ആ പറഞ്ഞ വാദങ്ങൾ അക്ഷരം പടി എന്റെ ഉണ്ട്, ഞാൻ എഴുതിയെടുത്തോണ്ട് ഈ ചർച്ചയിലിരിക്കുന്നത്. അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മെമ്പർ പറയട്ടെ, അല്ലെങ്കിൽ ശിശുക്ഷേമ സമിതിയുടെ മെമ്പർ പറയട്ടെ. ഹൈക്കോടതി പറഞ്ഞ നിർദ്ദേശം പോലും പാലിക്കാതെ കണ്ട് മറ്റെന്തോ അജണ്ട വെച്ച് ആരുടെയൊക്കെ പിന്നാമ്പുറത്തുള്ള ഗൂഢാലോചനയുടെ ഈ പെൺകുട്ടി ആയിരിക്കില്ല പാർട്ണറെ സംബന്ധിച്ച് എനിക്ക് യാതൊരു പ്രതാപമില്ല. അതിന്റെ പേരിൽ ഈ പെൺകുട്ടിയെ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് കേരളീയ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല. അടിസ്ഥാനത്തിൽ
ദത്ത് എന്താ പ്രോസസ്സിൽ തർക്കം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നൊരു സംശയം മാത്രമാണോ? അവർക്കത് ഉറപ്പില്ല. DNA പരിശോധന നടത്തിയിട്ടുള്ളത് തന്റെ കുഞ്ഞ് തന്നെയാണോ ദത്ത് പ്രക്രിയയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് അവർക്കറിയില്ല. ആ സാഹചര്യത്തിലാണ് അവർ ഹേബിയസ് കോർപ്പസുമായി പോയത്. ആ ഹേബിയസ് കോർപ്പസ് ഹർജി തള്ളുന്നത് യഥാർത്ഥത്തിൽ ഈ കുഞ്ഞ് ദത്ത് പ്രോസസ്സിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഔദ്യോഗികമായ എന്തെങ്കിലും സ്ഥിരീകരണം കോടതിയിൽ വന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമോ? അല്ല, അങ്ങനെ സ്ഥിരീകരണം വന്നിട്ടില്ല. അപ്പൊ നമുക്കറിയാലോ, ഈ ഹേബിയസ് കോർപ്പസ് ഈ പെറ്റീഷൻ കോടതിയിൽ നിലനിൽക്കണമെങ്കിൽ കുട്ടി ഒരു ഇല്ലീഗൽ കസ്റ്റഡിയിലായിരിക്കണം. അപ്പൊ ഈ കേസിൽ ഇതിന്റെ നടപടികൾ ഒരു സിവിൽ കോടതി, ഫാമിലി കോർട്ട് എന്ന് പറയുമ്പോൾ അത് സിവിൽ പ്രൊസീജിയർ കോഡ് ബാധകമായ കോടതിയാണ്. അപ്പൊ അതിന്റെ നടപടികൾ ആ കോടതിയിൽ നടക്കുന്നു. മാത്രമല്ല ഈ അഡോപ്റ്റീവ് ചൈൽഡ് പ്രീ അഡോപ്ഷൻ ഫോസ്റ്റർ കെയറിൽ ഒരു ഡ്യൂ പ്രോസസ്സിൽ നിലനിൽക്കുന്നു. ഡ്യൂ പ്രോസസ്സിലൂടെയാണ് നിലനിൽക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു നിയമപരമായ നടപടിയിലൂടെ കുട്ടി മറ്റൊരാളുടെ കസ്റ്റഡിയിലാകുന്ന സാഹചര്യത്തിൽ ഹേബിയസ് കോർപ്പസ് ഹർജി നിലനിൽക്കുന്നില്ല എന്നുള്ള വാദമാണ് കോടതി സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സിവിൽ കോർട്ട് ഇതിൽ ഒരു അഡ്ജുഡിക്കേഷൻ നടത്തട്ടെ. അതിന്റെ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ, കാരണം ഹേബിയസ് കോർപ്പസ് ഈ ആർട്ടിക്കിൾ 226 പ്രകാരം ഹേബിയസ് കോർപ്പസ് ഹർജി നിലനിൽക്കണമെങ്കിൽ കുട്ടി ഒരു റോങ്ഫുൾ കസ്റ്റഡിയിലായിരിക്കണം. ആ റോങ്ഫുൾ കസ്റ്റഡിയിലല്ല ഇവിടെ ഒരു ഡ്യൂ പ്രോസസ്സിൽ പ്രീ അഡോപ്ഷൻ ഫോസ്റ്റർ കെയർ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള ഒരു പ്രോസസ്സിലൂടെയാണ് അഡോപ്റ്റീവ് പാരന്റ്സിന്റെ കയ്യിലേക്ക് കുട്ടി എത്തിയിട്ടുള്ളത്. അത്തരം സാഹചര്യത്തിൽ ഒരിക്കലും തന്നെ റിട്ട് ഹർജി നിലനിൽക്കില്ല എന്നുള്ളൊരു ഫൈൻഡിംഗ് ആണ് അതിൽ ഹൈക്കോടതി നടത്തിയിട്ടുള്ളത്. ഡോക്ടർ ഹരിപ്രിയ, ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഒരു വശത്ത് ഒരു ഡ്യൂ പ്രോസസ് നടക്കുന്നുണ്ട് കോടതിയുടെയും അതുപോലെ നിയമസ്ഥാപനങ്ങളുടെയും വഴി. പക്ഷേ ഒരു ബാരിയർ ഉള്ളതായി അനുപമയ്ക്ക് ഫീൽ ചെയ്യുന്നത് സർക്കാർ ബോധപൂർവം ഈ പ്രക്രിയ വൈകിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന സംശയമുള്ളത് കൊണ്ടാണോ? തീർച്ചയായും. ഇപ്പോ അനുപമ ഇങ്ങനെ സമരം ചെയ്ത് നടക്കേണ്ടതില്ല, അല്ലെങ്കിൽ അനുപമ ഇങ്ങനെ വൈകാരികമായി പ്രതികരിക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ ഇവരെന്താ ഉദ്ദേശിക്കുന്നത്? അനുപമ എന്ത് ചെയ്യണം എന്നാണ് സർക്കാർ പറയുന്നത്? അല്ലെങ്കിൽ അനുപമ എന്ത് ചെയ്യണം എന്നാണ് അനുപമ വിശ്വസിച്ചിരുന്ന പാർട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അനുപമ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു, ഞാൻ വീട്ടിൽ സമാധാനമായിട്ടിരിക്കാം, കുറച്ച് പരാതിയൊക്കെ കൊടുത്തു, കേസൊക്കെ കൊടുത്തു, ഇനി ഞാൻ സമാധാനമായിട്ട് വീട്ടിലിരിക്കണം എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അത് സാധിക്കുമോ? ഒരു സ്ത്രീക്ക്, ഒരമ്മയ്ക്ക് അത് സാധിക്കുന്ന കാര്യമാണോ? അല്ലെങ്കിൽ ഈ നിയമ സംവിധാനങ്ങളൊക്കെ ഇനി ശരിയായ രീതിയിൽ നടന്നോളും, കോടതിയുടെ പരിഗണനയിലുള്ള കേസാണ്, അതങ്ങനെ പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ കയ്യും കെട്ടിയിരുന്നാൽ കാര്യങ്ങളെല്ലാം നേരാവണ്ണം നടക്കുന്നതാണോ നമ്മൾ കരുതുന്നത്? അങ്ങനെ നടന്നു കണ്ടിട്ടുണ്ടോ? ഇപ്പൊ അനുപമ ഈ കേസുമായി മുന്നോട്ട് വന്ന ശേഷം ഇത്രയും നാളായിട്ട് നടന്നിട്ടുണ്ടോ? ഇപ്പൊ പറഞ്ഞു കഴുത്തിൽ കത്തിവെച്ച് ഡൈവേഴ്സിൽ നോട്ടീസിൽ ഒപ്പിടിച്ചു എന്നൊക്കെ പറഞ്ഞു. അനുപമ മുമ്പ് പറഞ്ഞിരുന്നു, എന്നെ ഭീഷണിപ്പെടുത്തിയാണ് എന്റെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത്, എന്നെ ഭീഷണിപ്പെടുത്തിയാണ് അബോർഷൻ നടത്താൻ വേണ്ടി കൊണ്ടുപോയിരുന്നത് എന്നൊക്കെ അനുപമ പറഞ്ഞപ്പോ അതൊന്നും നമ്മൾ വിശ്വാസത്തിലെടുത്തില്ല. അതൊന്നും നമുക്ക് വിശ്വാസത്തിലെടുക്കേണ്ട ഒരു ഘടകമേ ആയിരുന്നില്ല. അനുപമ പറയുന്നതെല്ലാം മറ്റൊരു തരത്തിൽ കണ്ടുകൊണ്ട് ഇപ്പൊ അജിത്തിന്റെ ആദ്യ ഭാര്യ നടത്തിയ ഈ കഴുത്തിൽ കത്തിവെച്ചു എന്നുള്ളതാണ് ഇപ്പോ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, എങ്ങനെയായാലും ഡൈവേഴ്സ് നടന്നു എന്നുള്ളതും മറ്റു കാര്യങ്ങളും ഒക്കെ യാഥാർത്ഥ്യമായി നിലനിൽക്കെ നമ്മൾ അതിനേക്കാളൊക്കെ ഉപരിയായി ഈ ഒരു വിഷയത്തിൽ കുഞ്ഞിന്റെ അവകാശങ്ങളെ അതിനുവേണ്ടി എന്തുകൊണ്ടാണ് ഒരു സർക്കാരിന് നിലനിൽക്കാൻ കഴിയാത്തത്? സർക്കാരിന് എന്തുകൊണ്ടാണ് ഞങ്ങൾ അനുപമയോടൊപ്പമാണ്, ഞങ്ങൾ അറിഞ്ഞത് മുതൽ അനുപമയോടൊപ്പമാണ് എന്ന് പറയുന്നവർ എന്തുകൊണ്ടാണ് കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള നടപടികളുമായി നീങ്ങാത്തത്? അതിങ്ങനെ പെൻഡിങ്ങിൽ വെച്ച് ഓരോ ദിവസം പോകും തോറും അതിന്റെ ഈ അനുപമയുടെ അവസ്ഥയാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ അവസ്ഥയാണെങ്കിലും കുഞ്ഞിന്റെ അവസ്ഥയാണെങ്കിലും കുഞ്ഞിനെ സംബന്ധിച്ച് ഓരോ ദിവസവും അതിങ്ങനെ വയസ്സ് കൂടിക്കൂടി വരികയാണ്. കുഞ്ഞ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിന് അമ്മയെ ഓരോ ദിവസവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണ് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത്? അതങ്ങനെ സാവകാശം നടന്നോട്ടെ, അത് നടന്നു വന്നോളും അല്ലെങ്കിൽ സംഭവിച്ചോളും എന്ന് പറഞ്ഞ് ഒരു സ്ത്രീക്കും, അത് സ്ത്രീ ആയതുകൊണ്ട് മാത്രമല്ല അമ്മ എന്നുള്ള വികാരം തോന്നുന്ന ഒരു സ്ത്രീക്കും അങ്ങനെ കയ്യും കെട്ടിയിരിക്കേണ്ടതാണ് അനുപമ എന്ന് പറയാൻ കഴിയില്ല. അത് നേരത്തെ പറഞ്ഞല്ലോ, കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അങ്ങനെ വിശ്വസിക്കുന്നു എന്നൊക്കെ. കേരളത്തിലെ ജനങ്ങൾ അങ്ങനെയൊന്നും അല്ല വിശ്വസിക്കുന്നത്. ആര് പറഞ്ഞു കേരളത്തിലെ ജനങ്ങൾ കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരമ്മ മിണ്ടാതിരിക്കണം എന്ന് പറയുന്നുണ്ട് എന്ന്? അല്ലെങ്കിൽ കഴിഞ്ഞ 6 മാസം എന്തുകൊണ്ട് ഉയർത്തിക്കൊണ്ട് വന്നില്ല എന്ന് ചോദിക്കുന്നു എന്ന്? കുഞ്ഞും അമ്മയും ഒരുമിച്ച് തന്നെ ഇരിക്കണമെന്നാണ് പ്രധാനപ്പെട്ട ഒരു കാരണം. അനുപമയുടെ പങ്കാളി അജിത്തിന്റെ മോറൽ ബാക്ക്ഗ്രൗണ്ട് അത്ര ശരിയല്ല. അയാൾ ഇതിനു മുമ്പ് 1-2 വിവാഹം കഴിച്ചിട്ടുണ്ട്. വിവാഹത്തിന് പുറത്താണ് ഈ കുഞ്ഞുണ്ടാവുന്നത്. ഇതൊരു പ്രശ്നം. മറ്റൊന്ന്, കുഞ്ഞ് നഷ്ടപ്പെട്ടിട്ടും ഇത്രയും നാൾ അനുപമ എവിടെയായിരുന്നു? ഈ 2 ചോദ്യം വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ് ഈ അനുപമ എന്ന അമ്മയുടെ കുഞ്ഞിന്റെ മേലുള്ള ക്ലെയിമിന് മേൽ.
ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊക്കെ ഏത് ലോകത്താണ് ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ഇന്ത്യ മഹാരാജ്യം പോലെയുള്ള ഒരു രാജ്യത്തിനകത്ത് എല്ലാ അവകാശങ്ങളും രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു രാജ്യത്തിനകത്ത് നിന്നുകൊണ്ടാണ് ഈ കുഞ്ഞ് നിയമപരമല്ല, അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്നതിന് മുമ്പുണ്ടായ കുഞ്ഞാണ് എന്നൊക്കെ പറയാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? അതവിടെ നിൽക്കട്ടെ. മറുവശത്ത് അജിത്ത് 3 വിവാഹം കഴിച്ചു എന്നുള്ളത് ഒരു വലിയ പാതകമായിട്ടാണ് പറയുന്നത്. ആദ്യം വിവാഹം കഴിച്ചു, ഒഴിവാക്കി, രണ്ടാമത് വിവാഹം കഴിച്ചു. അനുപമ തന്നെ അങ്ങനെ ഒരു ഭാര്യ. നിങ്ങൾ ഇപ്പൊ ഈ ചാനലിൽ ഇരുന്ന് പറഞ്ഞ കാര്യമല്ലേ? മറ്റെവിടെയെങ്കിലും ആണോ പറഞ്ഞത്? നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞത്? ഏതാ ഇതിപ്പോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. ഞാനാണോ പറയുന്നത്? നിങ്ങളാണോ പറഞ്ഞത്? അല്ല, ആരാണ് ഭയന്നത് ശ്രീ റെജി ലൂക്കോസ്? ഇക്കാര്യത്തിൽ ആരാണ് ഭയന്നത്? ആരാണ് ഇക്കാര്യത്തിൽ ഭയന്നത് ശ്രീ റെജി ലൂക്കോസ്? ആ ഒരു ഭയം ഇല്ലാത്തത് കൊണ്ടാണ് അവരിപ്പോ സമരത്തിലിരിക്കുന്നത്. 6 മാസം എവിടെയായിരുന്നു അനുപമ കുറച്ചു മുമ്പ് പറഞ്ഞു. ഇതൊരു ദുഷ്പ്രചാരണമാണെങ്കിൽ അനുപമ, ആ ദുഷ്പ്രചാരണത്തിന്റെ മുന ഒടിക്കുന്നതും അനുപമ ഒന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. പ്രസവ സമയത്ത് അനുപമ എവിടെയായിരുന്നു? അനുപമയ്ക്ക് എന്തുകൊണ്ടാണ് കുഞ്ഞിനെ തേടി ഇറങ്ങാൻ കഴിയാതിരുന്നത്? എന്തുകൊണ്ടാണ് 6 മാസം കുഞ്ഞിനെ ക്ലെയിം ചെയ്യാൻ കഴിയാതിരുന്നത്? അജിത്തിന് അറിയാമായിരുന്നോ അനുപമ പ്രസവിച്ചു എന്ന കാര്യം? എന്നിട്ടും അജിത്ത് എന്തുകൊണ്ട് അന്വേഷിക്കാതിരുന്നു? തുടങ്ങിയ കാര്യങ്ങളൊന്ന് വിശദീകരിക്കാൻ വളരെ ചുരുക്കി പ്ലീസ്. മറ്റൊന്നിനും കൊണ്ടല്ല, ആവർത്തനം അടിച്ചത് എനിക്കറിയാം. പക്ഷേ ഇതൊരു നുണപ്രചാരണമാണെങ്കിൽ അതിന് മുന്നോടിയേണ്ടതുണ്ട് ശ്രീ അനുപമ. ഇല്ല, എനിക്ക് അതില് വിഷമമുണ്ട് കേട്ടോ. ഇപ്പൊ ഇത്രയും പറഞ്ഞിട്ടും പുള്ളിക്കാരന് മാത്രം എന്തുകൊണ്ടാണത് മനസ്സിലാക്കാൻ പറ്റാത്തതെന്ന് എനിക്കറിയാൻ പാടില്ല. പുള്ളിക്കാരൻ ഈ എന്താ പറയുന്ന ഈ ചർച്ചയ്ക്കൊക്കെ വന്നിരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ ഫേസ്ബുക്കിൽ നടക്കുന്ന ഓരോ സൈബർ ആക്രമണമൊക്കെ കണ്ടിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് പകരം ഹിന്ദുവിൽ വന്ന റിപ്പോർട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീഡിയ, നല്ലൊരു മീഡിയ എടുത്ത് കണ്ടിരുന്നെങ്കിൽ ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കേണ്ടി വരുമായിരുന്നോ? 3 ഭാര്യമാര്, എനിക്കറിയത്തില്ല. പിള്ളേരുണ്ടെന്ന് ശരി സാർ ഇതുവരെ പറഞ്ഞില്ല, കുഴപ്പമില്ല. പക്ഷെ 3 ഭാര്യമാര് ഇതൊക്കെ എവിടെ നിന്നായി കിട്ടുന്നത്? ഇതൊക്കെ ഞാൻ ആകെ കണ്ടത് ഈ ഫേസ്ബുക്കിലെ ഇതിലൊക്കെയാ. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഞാൻ പ്രസവിക്കുന്ന സമയത്ത് ഞാൻ എന്ത് സാഹചര്യത്തിലായിരുന്നു. ഞാൻ എന്റെ പ്രസവം കഴിഞ്ഞ് വീട്ടിൽ ഇരിക്കുമ്പോൾ 2 പോലീസുകാർ വീട്ടിൽ വരുമ്പോ വരെ ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അപ്പൊ അവര് പറയുന്നത് എന്റെ മാനസികാവസ്ഥ ശരിയല്ല, പിന്നെ വരാമെന്ന്. എനിക്കറിയത്തില്ല ഇതൊക്കെ എന്തിന്റെ പേരില്ല. അതൊന്നും ഈ പുള്ളിക്കാരന് വിഷയമല്ല. ഈ എന്റെ പാർട്ട്ണറിനാണ് ഇപ്പോഴും കേടുപിടിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, എന്റെ പാർട്ട്ണർ എങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ എന്റെ പാർട്ട്ണർ ആരായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. അതിലാർക്കും ഇവിടെ ചോദിക്കാനുള്ള അവകാശമൊന്നുമില്ല. ഞാനാണ് അത് തീരുമാനിക്കുന്നത്. ആര് വേണമെന്ന് ഞാൻ സെലക്ട് ചെയ്ത ആളാണ് എന്റെ കൂടെ ഇപ്പൊ ജീവിക്കുന്നത്. അതിൽ എനിക്ക് റിഗ്രഷൻ ഒന്നുമില്ല പുള്ളിക്കാരനെ സെലക്ട് ചെയ്തതിലൊന്നും. പുള്ളിക്കാരന് കുഞ്ഞ് ആൺകുഞ്ഞാണെന്ന് അറിയുന്നത് ഫെബ്രുവരിയിലാണ്. എനിക്ക് അപ്പോഴാണ് അറിയിക്കാൻ സാധിക്കുന്നത്. അത് എന്റെ ഗതികേട്, അത് പുള്ളിയുടെ ഗതികേട്. അതൊക്കെ എത്ര തവണ ഞാൻ ഇവിടെ വന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് ഇപ്പോഴും പിടിച്ചോണ്ട് നിൽക്കുക ആ കാര്യത്തില്. ഈ കഴിഞ്ഞ 6 മാസത്തെ കാര്യങ്ങൾ എന്തുകൊണ്ട് ഇദ്ദേഹം ഇപ്പോഴും പറയുന്നില്ല? ഇപ്പോഴും എന്താ അതിന് മറുപടി ഇല്ലാത്ത? എന്താ എനിക്കറിയത്തില്ല. ഇപ്പോഴും പിടിച്ചോണ്ടിരിക്കുന്ന എന്റെ പാർട്ട്ണറിലെ അജിത്തിന് അറിയാമായിരുന്നു ഈ കുഞ്ഞിനെ കൈമാറിയ കാര്യം. അജിത്ത് ആ കുഞ്ഞിനെ തിരികെ കിട്ടാൻ വേണ്ടി ഒന്നും ചെയ്തില്ല. അജിത്ത് സ്വതന്ത്രനായിരുന്നു. അനുപമ ഒരുപക്ഷെ വീട്ടുതടങ്കലിലോ അല്ലെങ്കിൽ ബന്ധുവീടുകളിലോ ഒക്കെ ആയിരുന്നിരിക്കാം. അജിത്ത് സ്വതന്ത്രനായിരുന്നിട്ടും അജിത്ത് അതിനുവേണ്ടി ശ്രമിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന കാര്യം. ഞാൻ പ്രസവിച്ചു എന്നുള്ള കാര്യം പുള്ളിക്ക് അറിയത്തില്ല. എന്നെ ഡേറ്റ് November 2 എനിക്ക് വന്ന ഡേറ്റ്. ഞാൻ പ്രസവിക്കുന്നത് October 19. November 2 പ്രസവിച്ചിട്ടുണ്ടാകും എന്നൊരു കാൽക്കുലേഷനേ ഉള്ളൂ. അന്വേഷിക്കാൻ വരുമ്പോഴൊക്കെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിക്കൊണ്ടിരിക്കുക. സ്വതന്ത്രനായിരുന്നു എന്നൊന്നും പറയാൻ പറ്റത്തില്ല. വീടിന് പുറത്തിറങ്ങാൻ പാടില്ലെന്ന് അന്നത്തെ പേരൂർക്കട CI പറയുന്നത്. അത് 1-2 വട്ടമൊന്നും അല്ല, 5 വട്ടം പോയിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ ഈ കാര്യത്തിന് വിളിപ്പിച്ചത്. അപ്പൊ സ്വതന്ത്രനാണെന്ന് പറയാം. വീട്ടിന് പുറത്തിറങ്ങരുത്. എന്റെ വീടിന്റെ മുമ്പിൽ കൂടെയാണ് പുള്ളിക്കാരൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട്. അങ്ങോട്ട് പോകാൻ പാടില്ല, വീടിന് പുറത്തിറങ്ങാൻ പാടില്ല. സ്വതന്ത്രനാണെന്നാ പറയുന്നത്. ഇതെല്ലാം ധരിച്ച് വെളുപ്പാങ്കാലത്ത് 4 മണി തൊട്ട് ഷിജുഖാന്റെ വീടിന്റെ ഫ്രണ്ടിൽ ചെന്ന് കാത്തു നിന്നിട്ടുണ്ട്. ഒരു ഫലം ഉണ്ടായില്ല. ഇതൊക്കെ എത്ര തവണ പറഞ്ഞു. എന്നിട്ടും ഇവിടെ പലർക്കും ഇതൊന്നും അറിയില്ല. അല്ലെങ്കിൽ മനഃപൂർവ്വം മറക്കുന്നതൊക്കെ ആരും സംരക്ഷിക്കാനോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാനോ. എന്റെ കുഞ്ഞിന്റെ അച്ഛൻ ആരോ ആയിക്കോട്ടെ, തൽക്കാലം അജിത്താണ് കുഞ്ഞിന്റെ അച്ഛൻ. മറുപടി റെജി ലൂക്കോസ് തന്നെ പറയണം. റെജി ലൂക്കോസ് തന്നെ പറയണം അതിന് മറുപടി. കാരണം അനുപമയ്ക്ക് കുഞ്ഞുണ്ടായി, അതിന്റെ പിതാവ് അജിത്താണ്. ആ കുഞ്ഞിനെ
ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടുപോയി ദത്ത് പ്രക്രിയയിൽ ഉൾപ്പെടുത്തി നിയമവിരുദ്ധമായി ശിശു സംരക്ഷണ സമിതിക്ക് കൈമാറി. പോലീസിൽ പരാതി കൊടുത്തിട്ട് 6 മാസത്തിലധികം എഫ്ഐആർ ഇടാതിരുന്നു. അതിലൊരു അന്വേഷണവും നടത്താതിരുന്നു. ശിശു സംരക്ഷണ സമിതി ഇക്കാര്യത്തിൽ ഈ കുഞ്ഞ് അനുപമയുടെ കുഞ്ഞാണ് എന്ന് ബോധപൂർവം അറിയാവുന്ന ശിശു സംരക്ഷണ സമിതി അത് മറച്ചുവെച്ച് ദത്ത് പ്രക്രിയയിൽ ഏർപ്പെട്ടു. അത് നിയമപരമായ പ്രക്രിയയിൽ ഏർപ്പെട്ടു. ഇതിലൊന്നും ഒരു പ്രശ്നവും കാണാത്ത റെജി ലൂക്കോസ് അജിത്തിന്റെ ജീവിതം ഇമ്മോറലാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് അനുപമയുടെ കുഞ്ഞിന് വേണ്ടിയുള്ള പോരാട്ടത്തെ ഡീമോറലൈസ് ചെയ്യുകയാണ്. ഇങ്ങനെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ നിഷേധിക്കും? സത്യത്തിൽ അജിംസ നിങ്ങളെ പോലുള്ളവരാണ് ഇപ്പോൾ ഡീമോറലൈസ് ചെയ്യുന്നത്. എനിക്ക് ആരോപിക്കേണ്ടി വരും. ഞാൻ ഡീമോറലൈസ് ചെയ്യുന്നൊരു വാക്ക് അയാള് മോശമായിട്ട് നടക്കുന്ന ആളെന്നൊരു വാക്കൊന്നും എന്റെ വായിന്ന് വരുന്നില്ല. അത്ര മണ്ടറൊന്നുമല്ല. ഞാനൊരു ചർച്ചയ്ക്ക് കാത്തിരിക്കുമ്പോൾ അയാളുടെ ചരിത്രം ഇത് നമുക്കറിയാവുന്നത്. അതുപോലെ തന്നെ ഞാനും പറഞ്ഞു. അത് ഞാൻ മാത്രമല്ല പറഞ്ഞു. ഇനി വേറൊന്നും പറയാം. നിങ്ങളിപ്പോ പറഞ്ഞൊരു വാദഗതി ആ പെൺകുട്ടിയോട് സംസാരിക്കുന്നതിനെ പൊളിഞ്ഞല്ലോ. നിങ്ങൾ എന്താ പറഞ്ഞ 6 മാസത്തേക്കാൾ തടവിലാണെന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ CWC 7ാമത്തെ ദിവസം ഈ കുട്ടിയെ കൈ കിട്ടി 7ാമത്തെ ദിവസം അവർ പരസ്യം കൊടുക്കുന്നു? ആ പരസ്യം കണ്ടുകൊണ്ട് ഈ ശിശു സമിതി ചെന്നെന്നും ഞാൻ എന്റെ കുഞ്ഞാൻ തിരിച്ചറിഞ്ഞെന്ന് പറഞ്ഞത് ഞങ്ങളാരുമല്ല, അയാൾ തന്നെയാണ് മനോരമ ചാനലിൽ എന്ന് പറഞ്ഞ എന്നോടൊപ്പം. എന്നിട്ട് ആ കുഞ്ഞിനെ കിട്ടിയോ? ആ മനുഷ്യൻ തന്നെ കുഞ്ഞിനെ കിട്ടിയോ? അത് ആ കുഞ്ഞാണെന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ പോയി അജിത്ത് ആവശ്യപ്പെട്ടു. എന്നിട്ട് കുഞ്ഞിനെ തിരിച്ചു കിട്ടിയോ? അവരുടെ പ്രതികരണം എന്തായിരുന്നു? പച്ചക്കള്ള ഒരു ചാനൽ എന്ന് പറയുന്നത് നല്ലൊരു ഒരു മാധ്യമപ്രവർത്തനം അജിംസ്. ചുമ്മാ ഇതുപോലത്തെ അജണ്ട ക്രിയേറ്റ് ചെയ്യരുത്. എത്രയോ പ്രാവശ്യം എന്റെ പത്രത്തിൽ തന്റെ ഭാര്യ പ്രസവിച്ചു എന്ന് പോലും അറിയാത്ത ഒരാൾ ഒരു പത്രത്തിൽ ഒരു കുഞ്ഞിന്റെ പരസ്യം വന്നാൽ തന്റെ കുഞ്ഞാണെന്ന് എങ്ങനെ ഊഹിക്കും? പറഞ്ഞ കാര്യം ഞാൻ പറയുന്നത് കേക്കേ. എനിക്കറിയത്തില്ല നിങ്ങൾ എന്തൊക്കെ എന്നോട് ചോദിക്കുന്നത്. അയാൾ തന്നെ പറഞ്ഞ കാര്യം ഇനി പറയുന്നത്. അജിത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞതാണ്. ഞാനിരിക്കുന്ന ഉൾപ്പെടെയുള്ള ചാനലുകളിൽ ഞാൻ പോയി കണ്ടു. നിങ്ങൾ എന്നെ കൂടെ പറയിപ്പിക്കല്ലോ. ഞാൻ പോയി ഈ പരസ്യം കണ്ടോട് ഞാനവിടെ പോയി എന്റെ കുഞ്ഞാണെന്ന് ബോധ്യപ്പെട്ടു. തിരിച്ചു പോന്നു. അയാൾ അങ്ങനെയാണെങ്കിൽ ആ മനുഷ്യൻ അവിടെ വെച്ച് ഈ പരസ്യത്തിൽ തന്നെ പറയുന്നുണ്ട് പരാതി കൊടുക്കാൻ. ഒരു തുണ്ടുകടലാസിൽ ഒരു പരാതി കൊടുക്കാൻ മേലായിരുന്നോ? ഈ അഡോപ്ഷൻ നടക്കുകയായിരുന്നല്ലോ. ഇതാണ് ഞങ്ങൾ അന്ന് മുതൽ ചോദിക്കുന്നത്. അതിനെയൊക്കെ നിങ്ങൾ സംസാരിക്കാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വകുപ്പ് പ്രകാരമാണ് ഈ വാദം ഉന്നയിക്കുന്നത്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം അങ്ങനെ ക്ലെയിം ചെയ്യണമെങ്കിൽ അത് ആരായിരിക്കണമെന്ന് അതിൽ പറയുന്നുണ്ട്. അഡോപ്ഷൻ ഗൈഡ് ലൈൻസിൽ പറയുന്നുണ്ട് ആരായിരിക്കണം ആ ക്ലെയിം ഉന്നയിക്കേണ്ടത്. എന്റെ കുഞ്ഞാണ് ഈ പരസ്യം. റെജി ലൂക്കോസ് നിയമപ്രകാരം അനുപമ ഒരു സിംഗിൾ മദറാണ്. നിങ്ങൾ അതെങ്കിലും മനസ്സിലാക്കൂ. നിയമപ്രകാരം അനുപമ സിംഗിൾ മദറാണ്. അത്തരം കുഞ്ഞുങ്ങളാണെങ്കിൽ അവിടെ ക്ലെയിം ചെയ്യേണ്ടത് അനുപമയാണ്, അജിത്തല്ല. അതാണ് നിയമം, അതാണ് ഗൈഡ് ലൈൻസ്. ശരി, സംഭവിച്ചു. നിങ്ങൾ പറയുന്ന നിയമം ഞാൻ വാദത്തിന് അംഗീകരിക്കാം. ഈ പരസ്യത്തിനകത്തുള്ള വാചക അജിംസ് മറച്ചുകൊണ്ട് പറയരുത്. ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ 1 മാസത്തിനകം പരാതി തന്നാൽ ആ പരാതി തീർപ്പ് കൽപ്പിക്കാതെ വേണ്ടി കുട്ടീനെ കൈമാറ്റം ചെയ്യാന്ന് പറഞ്ഞാൽ അജിംസിനും റെജി ലൂക്കോസിനും എന്നോട് പറ്റിയാണ് ഈ ഉട്ടോപ്യൻ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അഡ്വക്കേറ്റ് നസീർ ചാലി, അങ്ങനെ ഒരു പരസ്യം വന്നാൽ ആർക്കെങ്കിലും ക്ലെയിം ചെയ്യാമോ? ഈ കുഞ്ഞ് ഇന്നയാളുടെ ആവാൻ സംശയമുണ്ട്, അതുകൊണ്ട് ഇത് പരാതി കൊടുക്കാൻ ഞാൻ പറഞ്ഞു. ക്ലെയിം ഞാൻ പറഞ്ഞില്ല. ഞാൻ പറയാത്ത പറയരുത്. അതെ, ഞാൻ പറയാം. അതെ, തീർച്ചയായും. കാരണം ഇപ്പൊ നമുക്ക് ഒരു അൺവഡ് റിലേഷൻഷിപ്പിൽ ഉണ്ടായ കുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുമ്പാകെ സറണ്ടർ ചെയ്യാൻ മദറിന് മാത്രമേ അധികാരമുള്ളൂ. ഒരു മാരിഡ് റിലേഷനിൽ ഉണ്ടായ കുട്ടിയാണെങ്കിൽ പിന്നെ ഫാദറും മദറും ആ സറണ്ടർ ഡോക്യുമെന്റിൽ ഒപ്പിട്ടാൽ മാത്രമേ അതൊരു വാലിഡ് സറണ്ടർ ഡോക്യുമെന്റ് ആവുള്ളൂ. പക്ഷേ ഈ കുട്ടിയെ ലീഗലി ഫ്രീ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പായി കൊടുക്കുന്ന പരസ്യം അത് കണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാളുടെ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ അതേ സംബന്ധിച്ച് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് അന്വേഷിക്കാം. പരാതി കൊടുക്കുന്ന ആള് ക്ലൈമന്റ് തന്നെ ആകണം എന്ന് ഒരു നിർബന്ധമില്ല. അത് സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് ഏജൻസിയുടെ 2017 ഗൈഡ് ലൈൻ ഉണ്ട്. മാത്രമല്ല ഈ ഗൈഡ് ലൈൻ എന്ന് പറയുമ്പോൾ ഈ ലക്ഷ്മികാന്ത് പാണ്ഡെ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിലെ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ ഗൈഡ് ലൈൻ ആണ്. അപ്പോ ഈ സറണ്ടർ ചെയ്യണമെങ്കിൽ അൺവഡ് മദർ ആണെങ്കിൽ മദറിന് മാത്രമേ പറ്റൂ. അതോടൊപ്പം തന്നെ ഈ മാരിഡ് റിലേഷൻഷിപ്പിലുള്ളതാണെങ്കിൽ ഫാദറും മദറും ക്ലെയിം ചെയ്യണം. പക്ഷെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഒരു ലീഗലി ഫ്രീ ഡിക്ലറേഷൻ പ്രോസസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായി കൊടുക്കുന്ന പരസ്യം കണ്ടാൽ ഈ കുട്ടിക്കൊരു മദർ ഉണ്ട്, അല്ലെങ്കിൽ ആ മദറിന്റെ ഫ്രീ കൺസെന്റോട് കൂടിയല്ല കുട്ടിയെ കൊടുക്കുന്നതെന്ന് ആരുടെ കയ്യിൽ നിന്നും ഒരു പരാതി കിട്ടും, ആ കമ്മിറ്റിക്ക് അതേ സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്താം. ശരി, അത് ക്ലൈമന്റ് ആകണം.
അനുപമ, അജിത്ത് ഈ പരസ്യം കണ്ട് ഒരു പരാതിയും കൊടുത്തിട്ടില്ല എന്നാണ് റെജി ലൂക്കോസിന്റെ വാദം. അങ്ങനെ ഒരു പരാതി എഴുതി കൊടുത്തിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കുമായിരുന്നില്ല എന്നാണ് വാദം. അനുപമ കേൾക്കുന്നുണ്ടോ? ഹലോ. അനുപമ, അതായത് ഈ കുഞ്ഞിനെ പറ്റി ഇപ്പൊ കേൾക്കാം. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി പത്രത്തിൽ കൊടുത്ത പരസ്യം കണ്ടിട്ടും അജിത്ത് ഒരു പരാതി റിട്ടേൺ എഴുതി കൊടുത്തില്ല ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് എന്നാണ് വാദം. ഞാനത് പറഞ്ഞിരുന്നല്ലോ. ഇപ്പം ചെന്നു ഡൗട്ട് കൊണ്ടാണ് ചെല്ലുന്നത്. ആ സമയത്ത് ഞാൻ എന്ന് പ്രസവിച്ചു എന്നറിയില്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്നാണ് കുഞ്ഞ് ജനിച്ചതെന്ന് അറിയില്ല. ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്നറിയില്ല. അപ്പൊ ഇങ്ങനത്തെ എന്റെ അച്ഛനെ അമ്മയെ കാര്യത്തിൽ സംശയവും പേടിയും ഉള്ളതുകൊണ്ടാണ് ചേട്ടൻ ആ പത്രപരസ്യം കണ്ടിട്ട് ചെല്ലുന്നത്. അന്നേരം ഈ ഷിജു ഖാൻ തന്നെ ചോദിക്കുന്നുണ്ട്, അവിടെ ആണാണോ പെണ്ണാണോ എന്ന് അറിയത്തില്ലല്ലോ, എന്നാ ജനിച്ചതെന്നൊന്നും അറിയത്തില്ലല്ലോ, അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ പരാതി സ്വീകരിക്കാൻ പറ്റുമോ? അതൊന്നും അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞ് ഒരു കറക്റ്റ് ആയിട്ടൊരു ഗൈഡ് ലൈൻ പോലും കൊടുക്കാതെ വിടുവാണ് ചെയ്യുന്നത്. ചെന്ന് കാണുന്നത് ശിക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ മാത്രമല്ല, അവർക്ക് പേഴ്സണലി പരിചയമുള്ളതും കൂടെയാണ് ചെന്ന് കാണുന്നത്. ഈ ഒരു രീതിയിലാണ് വിടുന്നത്. അപ്പൊ പുള്ളിക്കാരന് ഒരു ഡീറ്റെയിൽസും അറിയാത്ത സാഹചര്യത്തിൽ എന്ത് കൊടുക്കണം? പേരൂർക്കട പോലീസ് സ്റ്റേഷനിലെ പോലീസിൽ പരാതി കൊടുത്തിട്ട് എഫ്ഐആർ സ്വീകരിക്കാത്ത ഒരു ഭരണകൂടം. കാരണം ഇത് തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ CPM-കാർക്കും അറിയാം ഇതിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് അറിയാം ഇവിടെ എന്താ സംഭവിച്ചതെന്നുള്ളത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യത്തിൽ പോലീസിൽ പരാതി കൊടുത്തിട്ട് പോലീസ് കേസെടുത്തില്ല. ശിശു സംരക്ഷണ സമിതിയിൽ ഷിജു ഖാനെ നേരിട്ട് കണ്ടപ്പോൾ അയാൾ തിരിച്ചയച്ച കാര്യമാണ് ഈ പറയുന്നത്. നിങ്ങളുടെ പ്രശ്നം എന്താണ്? നിങ്ങൾ ഉയർത്തുന്ന വാദം എന്താണ്? ഇനി അവസാനമായി ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ എന്നെ ഞാൻ പറഞ്ഞത് അംഗീകരിക്കണ്ട, കേരളത്തിലെ പൊതുജനം അംഗീകരിച്ചോളും. പക്ഷെ ആ ബഹുമാനപ്പെട്ട വക്കീൽ പറഞ്ഞത് ഞാൻ പറഞ്ഞത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരുന്നു? അദ്ദേഹത്തിന്റെ വാക്കിനോട് നിങ്ങൾ അദ്ദേഹം അവിടെ ആ സമിതിയിലൊരു അംഗമാണ്. അദ്ദേഹത്തിന് ഈ ചർച്ചയിലൊന്നും നുണ പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് ഒരു നടപടി വരും. എന്തുകൊണ്ട് അജിത്ത് പരാതി കൊടുത്തില്ല എന്നുള്ള മറുപടിയാണ് അനുപമ ഇപ്പോൾ പറഞ്ഞത്. അത് കേട്ടിട്ട് മറുപടി പറയും. അവിടെ തിരിച്ചയക്കുകയായിരുന്നു. അദ്ദേഹം ഉയർത്തിയ പരാതി സ്വീകരിക്കാതെ ഷിജു ഖാൻ തിരിച്ചയക്കുകയായിരുന്നു. അതാണ് അനുപമ പറഞ്ഞത്. അല്ല, പച്ചക്കള്ള ആ മനുഷ്യൻ ചാനലുകളിൽ ഇരുന്ന് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി അങ്ങനെ തിരിച്ചയക്കുവാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേറെ കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റുമോ? എന്റെ കംപ്ലൈന്റ് ശിശുക്ഷേമ സമിതി സ്വീകരിക്കുന്നില്ല. എന്തെല്ലാം നിയമമാർഗമുണ്ട്. കാരണം അദ്ദേഹത്തിന് റൈറ്റ് ഉണ്ട്. ലിവിംഗ് ടുഗദർ നിയമപരമായിട്ട് സാങ്ക്ടിറ്റിയുള്ള രാജ്യത്ത് അവിടെ ജീവിക്കുന്നത്. അദ്ദേഹത്തിന് റൈറ്റ് ഉണ്ട്. അദ്ദേഹത്തിന് കുട്ടീനെ ഇപ്പൊ രണ്ടുപേരും രംഗത്തുണ്ടെന്നേ. ഇപ്പോൾ രണ്ടുപേരും രംഗത്തുണ്ട്. എന്നിട്ട് എന്താണ് ഭരണകൂടം ചെയ്തത്? എന്നിട്ട് എന്താണ് എവിടെ കുഞ്ഞെവിടെ തിരികെ കൊടുക്കാത്തത്? എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ 6 മാസമായിട്ട് രണ്ടുപേരും കൂടിയാണ് കുഞ്ഞിനെ അന്വേഷിക്കുന്നത്? എന്നിട്ട് എന്താണ് തിരികെ കിട്ടാത്തത്? എന്തുകൊണ്ടാണ് 6 മാസത്തിനിടയിൽ എഫ്ഐആർ ഇടാഞ്ഞത്? ഈ 6 മാസം നിങ്ങൾ പറയുന്നത് അജിത്തും അനുപമയും ഒരുമിച്ച് കേസ് കൊടുക്കാൻ തുടങ്ങിയിട്ട് 6 മാസമായി. പോലീസ് എന്തുകൊണ്ട് എഫ്ഐആർ ഇടാതിരുന്നത്? ഒരു കോഗ്നിറ്റീവ് ഒഫൻസിന്റെ പരാതി ലഭിച്ചിട്ട് എഫ്ഐആർ ഇടാത്ത ഒരു പോലീസാണ് ഇനി കുഞ്ഞിനെ തിരികെ കൊടുക്കുന്നത് രണ്ടുപേരും ചെന്നാൽ. അല്ല, അതെങ്ങനെ ശരിയാവുന്നത്? അങ്ങനെ പറഞ്ഞ 6 മാസത്തിന് മുമ്പ് സ്വന്തം സമ്മതപ്രകാരം ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പിട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് പറഞ്ഞു തന്നെ ബലം പ്രയോഗിച്ചു കൊടുത്തു. ഈ ബലം പ്രയോഗിച്ചു കൊടുത്ത 6 മാസത്തിനുള്ളിൽ അല്ല, ഈ സ്വന്തം സമ്മതപ്രകാരമാണ് ഈ കുഞ്ഞിനെ കൊടുത്തെങ്കിൽ അതെങ്ങനെയാണ് ശിശു സംരക്ഷണ സമിതിക്ക് സ്വീകരിക്കാൻ കഴിയുക? അനുപമയുടെ സാന്നിധ്യം റെജി ലൂക്കോസ് സ്വന്തം സമ്മതപ്രകാരം കത്ത് എഴുതിയിട്ടാണ് അനുപമ കുഞ്ഞിനെ കൈമാറിയതെന്ന് താങ്കൾ പറയുന്നു. ഈ ശിശു സംരക്ഷണ സമിതിക്ക് എങ്ങനെയാണ് ഈ കത്തിന്റെ പുറത്ത് കുഞ്ഞിനെ സ്വീകരിക്കാൻ കഴിയുക? ശിശുക്ഷേമ സമിതിയുടെ മുമ്പിൽ നിയമപരമായിട്ടുള്ള അഡോപ്ഷന് വേണ്ടിയിട്ടുള്ള എല്ലാ ലീഗൽ പ്രൊസീജിയേഴ്സും കീപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ഹൈക്കോടതി പറഞ്ഞാൽ അതിലപ്പുറം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ശ്രീ റെജി ലൂക്കോസ് വെറുതെ ഇല്ലാത്ത കാര്യം പറയണ്ട. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. കുഞ്ഞിനെ എങ്ങനെ സ്വീകരിച്ചു എന്നുള്ളതാണ് ചോദ്യം. കുഞ്ഞ് ഉപേക്ഷിക്കപ്പെട്ടതാണ്, അത് കൈമാറിയതാണ്. അതിന് മറുപടി പറയേണ്ടത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും ശിശു സംരക്ഷണ സമിതിയുമാണ്. അവർ പറയുന്നില്ല, മൗനം പാലിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. ശിശു സംരക്ഷണ സമിതിയുടെ അധ്യക്ഷനായ മുഖ്യമന്ത്രിയും മൗനം പാലിക്കുന്നു. അതാണ് പ്രശ്നം. പറഞ്ഞല്ലോ എന്ത് പറഞ്ഞു? ഷിജു ഖാൻ പരസ്യമായിട്ട് പത്രക്കാരോട് പറഞ്ഞു നിയമപരമായിട്ട് തന്നെയാണ് അഡോപ്ഷന്റെ കുഞ്ഞിനെ കൈമാറിയതാണോ അബൻഡൻ ചെയ്താണോ? ഒറ്റ ചോദ്യം. കുഞ്ഞിനെ സറണ്ടർ ചെയ്താണോ അബൻഡൻ ചെയ്താണോ? ഒറ്റ ചോദ്യം. അതിന് മറുപടി ഉണ്ടായിട്ടില്ല ഇതുവരെ. അതുകൊണ്ടാണ് വകുപ്പ് തല അന്വേഷണം നടക്കുന്നത്. അല്ല, അത് അന്വേഷിച്ചിട്ട് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കുമ്പോൾ മറുപടി ഉണ്ടാവും. വളരെ നന്ദി ശ്രീ റെജി ലൂക്കോസ്, അനുപമ, ഡോക്ടർ ഹരിപ്രിയ, നസീർ ചാലിയം ഇത്രയും സംസാരിച്ചതിന്.